പാഠം 8 മൂവിങ് ആവറേജ്. DMA, MA, SMA, EMA. ഇതൊക്കെ എന്താണ്? ഹലോ ഗൈസ്, ഞാൻ മിഥുൻ. ടെക്നിക്കൽ അനാലിസിസ് വീഡിയോ സീരീസിന്റെ 8ാമത്തെ വീഡിയോ ആണ് ഇന്ന്. അത് മൂവിങ് ആവറേജിനെ പറ്റിയാണ്. ഞാൻ കുറച്ച് നാടകം കളിച്ചു അല്ലേ, EMA, SMA എന്നൊക്കെ പറഞ്ഞു അല്ലേ. അത് ശരിക്കും ഉള്ളതാട്ടോ. മൂവിങ് ആവറേജിനെ പറ്റി പഠിക്കുന്നവൻ മൊത്തം കൺഫ്യൂസ്ഡ് ആയിരിക്കും. യൂട്യൂബ് തുറന്ന മൂവിങ് ആവറേജിനെ പറ്റി ഇഷ്ടം പോലെ വീഡിയോ. EMA, SMA, MA, DMA, കുറേ മൂവിങ് ആവറേജസ്. ഇതൊക്കെ എന്താണ്? ഇതിൽ ഞാൻ ഏതാണ് യൂസ് ചെയ്യേണ്ടത്? എന്തിനാണ് മൂവിങ് ആവറേജ് യൂസ് ചെയ്യാൻ പറ്റുന്നത്? സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ മൂവിങ് ആവറേജിനെ പറ്റിയാണ്. ആസ് യൂഷ്വൽ ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് മിഥുൻ. എല്ലാ മലയാളികൾക്കും ഡിമാറ്റ് അക്കൗണ്ട് വേണം. കുറച്ച് നാൾ മുമ്പ് തൊട്ട് എല്ലാ മലയാളികൾക്കും ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാത്തിലും അക്കൗണ്ട് വേണം. ഫോറക്സിലും ക്രിപ്റ്റോയിലും എല്ലാത്തിലും അക്കൗണ്ട് വേണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ നമ്മളൊരു സീരീസ് ഓഫ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ട് ഒത്തിരി പേര് ഡിമാറ്റ് അക്കൗണ്ടുകളും ഫോറക്സ് ക്രിപ്റ്റോ ചെയ്യാനുള്ള അക്കൗണ്ടുകളൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവരെ കൂട്ടി നമ്മൾ പല വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ നിങ്ങളും സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഫോറക്സ് ഈ ട്രേഡിംഗ് ലോകത്ത് പുതിയൊരാളാണോ? നിങ്ങൾക്കും നമ്മുടെ സേവനങ്ങളൊക്കെ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. അതിനായിട്ട് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ കൂടെ കൊടുക്കുന്നത്. ജസ്റ്റ് ഈ നമ്പറിലേക്ക് ഒരു വാട്സ്ആപ്പ് അയച്ചു കഴിഞ്ഞാൽ ഞാനും എൻ്റെ ടീമും ഫുൾ സപ്പോർട്ട് ചെയ്തു തന്നായിരിക്കും. ഈവൻ ഈ പറയുന്ന എല്ലാ സെഗ്മെന്റുകളിലും അക്കൗണ്ട് ഓപ്പണിംഗ് തൊട്ട് ബേസിക് ട്രേഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ രൂപത്തിൽ ഇതുപോലെ ഇത്ര സിമ്പിൾ ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു ക്ലാസ്സുകൾ നമ്മൾ സ്കൂളിൽ പോയി പഠിക്കുന്ന പോലെ 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയൊക്കെ പഠിക്കുന്നത് പോലെ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ട്രേഡിംഗ് പഠിക്കാൻ പറ്റും. ഇതിനായിട്ട് നമുക്ക് എക്സ്ട്രാ ഫീസുകളൊന്നും തരേണ്ടതില്ല. നമ്മുടെ സർവീസ് എല്ലാം ഫ്രീ ആണ്. ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ, നമ്മളുടെ ലിങ്ക് വഴി ഡിമാറ്റ് അക്കൗണ്ടുകളും മറ്റ് ട്രേഡിംഗ് അക്കൗണ്ടുകളും ഓപ്പൺ ചെയ്യണം. നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ കൂടെ കൊടുക്കുന്നുണ്ട്. എന്ത് സംശയങ്ങൾക്കും എന്ത് ഡൗട്ടിനും ഈ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി. വലിച്ചു നീടുന്നില്ല, ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ടെക്നിക്കൽ അനാലിസിസ് പഠിപ്പിക്കുന്ന ഒരു സീരീസ് ഓഫ് വീഡിയോ നമ്മൾ ചെയ്തു. അതിൽ 7 വീഡിയോസ് ഓൾറെഡി കഴിഞ്ഞു. ഇന്ന് അതിന്റെ 8ാമത്തെ വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ മൂവിങ് ആവറേജ് എന്ന് പറയുന്ന ഒരു ഫേമസ് ഇൻഡിക്കേറ്ററിനെ പറ്റിയാണ്. അതിനുമുമ്പായിട്ട് ഞാൻ പറയട്ടെ, ഈ മൂവിങ് ആവറേജ് പഠിക്കുന്നതിന് മുമ്പ് 7 പാഠങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. നമ്മൾ പാഠം 1, 2 എന്നുള്ള രീതിയിൽ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. ഒപ്പം ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ആ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് കൊടുക്കാം. സോ നിങ്ങൾ ആ പാഠം 1 തൊട്ട് കാണാം. എങ്കിൽ മാത്രമേ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് കാര്യമുള്ളൂ. സോ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോ ADX എന്ന് പറഞ്ഞ ഇൻഡിക്കേറ്റർ ആവുന്നു. അതിൽ നമ്മൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതൊരു 4 മാസം മുമ്പ് എടുത്തതാണ്. ഇപ്പോൾ ഒത്തിരി വൈകിപ്പോയി ഈ സീരീസിന്റെ നെക്സ്റ്റ് വീഡിയോ ചെയ്യാനായിട്ട്. നമ്മുടെ സമയം കുറവുകൊണ്ടും മറ്റു ടോപ്പിക്കിലേക്ക് കിടക്കേണ്ടതുകൊണ്ടാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ ഒത്തിരി സബ്ജക്റ്റിനെ പറ്റി വീഡിയോ ചെയ്യുന്നുണ്ട്. ഒത്തിരി സീരീസുകൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ടെക്നിക്കൽ അനാലിസിസിന്റെ ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ ടോപ്പിക് അല്പം ഡിലേ ആവുന്നത്. വീണ്ടും ഞാൻ പറയുന്നു, ടെക്നിക്കൽ അനാലിസിസിന്റെ അവസാന വാക്ക് പ്രൈസ് ആക്ഷൻ ആണ്. നമ്മളുടെ ഈ സീരീസിന്റെ ടെക്നിക്കൽ അനാലിസിസ് സീരീസിന്റെ പാഠം 2 പ്രൈസ് ആക്ഷൻ. അത് കണ്ടിട്ടില്ലെങ്കിൽ ഡെയർ മിനിമം ആ വീഡിയോ ഉറപ്പായിട്ട് നിങ്ങൾ കണ്ടിരിക്കണം. ബിക്കോസ് 99% ട്രേഡിംഗ് സ്ട്രാറ്റജീസും എല്ലാ കാര്യവും പ്രൈസ് ആക്ഷൻ മാത്രം ഡിപ്പെൻഡ് ചെയ്താണ്. ഈ പറയുന്ന മൂവിങ് ആവറേജ് ഒക്കെ അതിനെ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. സോ പാഠം 2 മസ്റ്റ് ആണ്. അതുകൂടാതെ പാഠം 1 തൊട്ട് കണ്ടാലേ ഈ ഇൻഡിക്കേറ്റേഴ്സ് എങ്ങനെ അപ്ലൈ ചെയ്യാം, ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് കണ്ടാൽ എന്തൊക്കെ മനസ്സിലാവും, അങ്ങനെ ഒരു 1 to end നിങ്ങൾ പഠിക്കേണ്ട രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ 1ാം ക്ലാസ്സിൽ പോയി ചേർന്ന് 10ാം ക്ലാസ് വരെയുള്ള രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പാഠം 1 തൊട്ട് 7 വരെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ ആ വീഡിയോ കണ്ടിട്ട് വേണം നമ്മുടെ ഇതിലേക്ക് വരാനായിട്ട്. ഓൾറെഡി നമ്മുടെ സീരീസ് ഫോളോ ചെയ്യുന്നവരോട് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഓൾറെഡി പാഠം 7 വരെ നിങ്ങൾ കണ്ടതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ മൂവിങ് ആവറേജിനെ പറ്റിയാണ്. മൂവിങ് ആവറേജ് ഒരു ഇമ്പോർട്ടന്റ് ഇൻഡിക്കേറ്റർ അല്ലാന്ന് ഞാൻ പറയില്ല കേട്ടോ. ബിക്കോസ് നമ്മൾ ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവായി വരുന്നതിന് മുമ്പ് ഞാൻ എന്തിനാണ് ഇതിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ അതിലൊരു മൂവിങ് ആവറേജിന് ഒരു റോൾ ഉണ്ട്. സോ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഞാൻ ബാങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി 2011 തൊട്ട് ഈ ട്രേഡിംഗ് ചെയ്യുന്നുണ്ട്, പേഴ്സണലായിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ ഞാനും തുടക്കം ചെയ്ത കുറേ മിസ്റ്റേക്സ്, അത് മാത്രമല്ല ഒരു 17-18 കാലഘട്ടങ്ങളിലൊക്കെ ഈ യൂട്യൂബ് എന്നുള്ളൊരു മീഡിയം ഫേമസ് ആയി. അതിലൂടെ ഒത്തിരി ട്രേഡിംഗ് എക്സ്പേർട്സ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരാൻ തുടങ്ങി. സോ ഇവരൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഫസ്റ്റ് സാധനമാണ് മൂവിങ് ആവറേജ്. എന്റെ ഊഹം ശരിയാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലും ഓൾറെഡി ട്രേഡ് ചെയ്ത് പിന്നീട് നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ജോയിൻ ചെയ്തവരും ആദ്യം ഞാൻ ചോദിക്കും, നിങ്ങളിത് എങ്ങനെ ട്രേഡ് ചെയ്യുന്നത്? സോ അത് മൂവിങ് ആവറേജ് സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടാണ്, മൂവിങ് ആവറേജ് ആണ്. സോ ഓൾമോസ്റ്റ് ട്രേഡിംഗ് പഠിക്കുന്ന എല്ലാവരും ഫസ്റ്റ് പഠിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേറ്റർ ആണ് മൂവിങ് ആവറേജ്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അതല്ല ശരിയായ രീതി. ആദ്യം തന്നെ ക്യാൻഡിൽ സ്റ്റിക്കിനെ പറ്റി പഠിക്കണം, അതിനുശേഷം പ്രൈസ് ആക്ഷൻ പഠിക്കണം, അതിനുശേഷം പ്രൈസ് ആക്ഷൻ എങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലൊരു ടെക്നിക്കൽ അനാലിസിസ് സീരീസ് ഉണ്ടാക്കിയിട്ടുള്ളത്. 8ാമത്തെ വീഡിയോയിലാണ് നമ്മളിപ്പോൾ മൂവിങ് ആവറേജിൽ വന്ന് നിൽക്കാം. സോ ക്വിക്ലി നമ്മളുടെ മൂവിങ് ആവറേജ് വീഡിയോയിലേക്ക് എടുക്കാം. മൂവിങ് ആവറേജ് ഞാൻ വീഡിയോന്റെ ഫസ്റ്റ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ പലതരം മൂവിങ് ആവറേജ് ഉണ്ട്. EMA, SMA, MA, DMA ഇതൊക്കെ എന്താണ്? ഇത് എങ്ങനെ റിയൽ ലൈഫിൽ യൂസ് ചെയ്യാം? ഇതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെ? തിയറി ഒന്നും അല്ല കേട്ടോ, പ്രാക്ടിക്കൽ മാത്രം.
ഒരു റിയൽ ട്രേഡർക്ക് ഈ സാധനം എങ്ങനെയൊക്കെ ഉപകരിക്കും എന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. കുറച്ച് ലെങ്ത് ആവാൻ ചാൻസ് ഉണ്ട്, ബിക്കോസ് EMA ഒരു നല്ല ഇൻഡിക്കേറ്റർ തന്നെയാണ്. പക്ഷെ അതിന്റെ ഉപയോഗം ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പൊ യൂട്യൂബിലൊക്കെ പലരും എടുത്ത ക്ലാസ് പോലെ ആ പർപ്പസിനൊന്നുമല്ല. നമുക്ക് മറ്റു പല കാര്യങ്ങൾക്കാണ് ഈ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗം വരാം. നിങ്ങൾക്ക് വീഡിയോ മൊത്തം കാണുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് മൂവിംഗ് ആവറേജ് ഇത്ര ഫേമസ് ആയത്. അതിനൊരു കാരണമുണ്ട്. നമ്മൾ മറ്റു പല ഇൻഡിക്കേറ്റേഴ്സ് കേട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ കാര്യം ADX മാത്രം തുടങ്ങിയിട്ടുള്ളൂ. ബട്ട് RC ഉണ്ട്, സ്റ്റോക്കാസ്റ്റിക്, MACD, ബോയിലിംഗ് ബാൻഡ്സ് എന്ന് പറഞ്ഞ ഒത്തിരി ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഈ ഇൻഡിക്കേറ്റേഴ്സിന്റെ ഒക്കെ അടിസ്ഥാനം മൂവിംഗ് ആവറേജ് ആണ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് ഊഹിക്കാം. ഇപ്പോൾ RSIയും ബോയിലിംഗ് ബാൻഡ്സ് ഒക്കെ വളരെ ഫേമസ് ഇൻഡിക്കേറ്റർ ആണ്. ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് മൂവിംഗ് ആവറേജ് വെച്ചിട്ടാണ്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായില്ലേ? സോ ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല ഞാൻ പറയുന്നത്. പ്രൈസ് ആക്ഷൻ ആണ് ഇതിന്റെ ദൈവം, ട്രേഡിങ്ങിന്റെ ദൈവം. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ മൂവിംഗ് ആവറേജിന് വലിയൊരു റോൾ ഉണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. സോ നമ്മൾ മറ്റു ട്രേഡേഴ്സ് ഒക്കെ പഠിപ്പിക്കുന്നത് പോലെ ഇതിന്റെ തിയറി കാര്യങ്ങളിലേക്കൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അത് പഠിക്കാൻ താല്പര്യമുള്ള ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. ഗൂഗിളിൽ വാട്ട് ഈസ് EMA, വാട്ട് ഈസ് MA, വാട്ട് ഈസ് മൂവിംഗ് ആവറേജ്, നിങ്ങൾക്ക് കഥയൊക്കെ കേൾക്കണമെങ്കിൽ അവിടെ കേട്ടെടുക്കുക. നമ്മൾ റിയൽ ലൈഫിലേക്ക് വരുന്നു. ഒരു ട്രേഡർക്ക് അവന്റെ ചാർട്ടിൽ മൂവിംഗ് ആവറേജിന്റെ സ്ഥാനം എന്താണ്, അതെങ്ങനെ ഉപയോഗിക്കാം. സോ എന്താണ് ഈ മൂവിംഗ് ആവറേജ്? ആ പേരിൽ തന്നെയുണ്ട് മൂവിംഗ് ആവറേജ്. പ്രൈസിന്റെ ആവറേജ് മൂവ്മെന്റ് നമുക്ക് പറഞ്ഞു തരുന്ന ഇൻഡിക്കേറ്റർ ആണ് മൂവിംഗ് ആവറേജ്. അതുകൊണ്ട് തന്നെ പ്രൈസ് ആക്ഷനായിട്ട് വളരെ ബന്ധമുള്ള, ഓൾമോസ്റ്റ് പ്രൈസ് ആക്ഷന്റെ ഒരു പ്രധാന കാര്യങ്ങളിലൂടെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ് മൂവിംഗ് ആവറേജ്. എന്താണ് നമുക്ക് ലൈവ് ചാർട്ടിലേക്ക് പോകുമ്പോൾ അല്പം സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ക്രീനിലേക്ക് പോകാം. സോ സെറോദയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. അത് മാത്രമല്ല നമ്മൾ ഇന്ന് അപ്സ്റ്റോക്സും ഏഞ്ചലും ഒക്കെ എടുത്തിട്ടുണ്ട്. എല്ലാത്തിലും നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓൾറെഡി ഇൻഡിക്കേറ്റേഴ്സ് സെലക്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ തൊട്ട് മുമ്പത്തെ പാഠം 7 ADX ഇൻഡിക്കേറ്റർ എടുത്തപ്പോൾ കാണിച്ചു തന്നതാണ്. എങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം എങ്ങനെ ഇൻഡിക്കേറ്റർ എടുക്കാം. ഇപ്പൊ സെറോദയിലാണെങ്കിൽ പ്ലെയിൻ നമ്മളൊരു ചാർട്ട് ലോഗിൻ ചെയ്യുന്നു, IRCTC എങ്കിൽ IRCTC ചാർട്ട് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം ആ മുകളിൽ തന്നെ കിടക്കുന്നുണ്ടാവും ഇൻഡിക്കേറ്റർ. അവിടെ നമ്മൾ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഇന്ന് എന്താ പറഞ്ഞത്, മൂവിംഗ് ആവറേജ്. മൂവിംഗ് എന്ന് അടിച്ചു കൊടുക്കുമ്പോഴേക്കും വരും. ഇതാ കണ്ടില്ലേ, ഇഷ്ടം പോലെ മൂവിംഗ് ആവറേജ് ചാനൽ, എക്സ്പോണൻഷ്യൽ, വെയിറ്റേജ്, കണക്കുള്ള സാധനങ്ങളൊക്കെ വന്നു. അതിൽ നമ്മൾ ഈ മൂവിംഗ് ആവറേജ് സെലക്ട് ചെയ്യാം. ഓക്കെ, അത് നിങ്ങൾക്ക് നോക്കാം. ഡിഫോൾട്ട് ആയിട്ട് ഒരു ലൈൻ, ഒരു നീല ലൈൻ വന്ന് കിടക്കുന്നുണ്ട്. നിങ്ങളുടെ ചാർട്ടിലൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്സ്റ്റോക്സും സെറോദയും ഒക്കെ അതുപോലെ തന്നെയാണ് കേട്ടോ. ഈ മൂവിംഗ് ആവറേജിൽ മറ്റ് ഇൻഡിക്കേറ്റേഴ്സിനെ പോലെയല്ല, കുറച്ച് മാറ്റങ്ങൾ വരുത്താനുണ്ട്. അതിന്റെ സെറ്റിംഗ്സ് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. മൂവിംഗ് ആവറേജിന്റെ നേരെ ഒരു സെറ്റിംഗ്സ് ബട്ടൺ ഉണ്ട്. ഈ സെറ്റിംഗ്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് പേജിലേക്ക് വരും. ഇതിൽ ലെങ്ത്, ഞാൻ പറഞ്ഞു ഇതിന്റെ കഥയും കവിതയൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ പറയുന്ന പോലെ അങ്ങനെ ചെയ്യാം. ഓക്കെ, ഈ ലെങ്ത് 9 ഡിഫോൾട്ട് കിടക്കുന്നുണ്ടാവും, 9. അത് മാറ്റി നമുക്ക് ഇഷ്ടമുള്ള ലെങ്ത് ആക്കാം. 50 ആക്കാം, 50 ആക്കാം, അല്ലെങ്കിൽ 200 ആക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെങ്ത് ആക്കാം. ഇതെന്താ ലെങ്ത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു തരാം. തൽക്കാലം ഞാനിത് 50 ആക്കുന്നു. അതിനുശേഷം സ്റ്റൈലിൽ പോയിട്ട് നമുക്ക് കളറൊക്കെ മാറ്റാൻ പറ്റും. ഇപ്പോൾ ബ്ലൂ ആണ്, ബ്ലൂ അത്ര വിസിബിലിറ്റി ഇല്ലെങ്കിൽ റെഡ് ആക്കാം. ആ ലൈൻ തിക്നെസ് കുറവാണെങ്കിൽ അതിന്റെ തിക്നെസ് ഇതുപോലെ എന്തോരം വേണമെങ്കിലും കൂട്ടാം. എന്നിട്ട് ഓക്കെ കൊടുക്കുക. പക്ഷെ നോക്കിയേ, ഒരു മാറ്റം വന്നു അല്ലേ. നേരത്തെ ബ്ലൂ ആകുന്നപ്പോൾ ഇങ്ങനെയല്ല, ഇപ്പൊ റെഡ് ആകുന്നപ്പോൾ ഇങ്ങനെ വന്നു അല്ലേ. ഇനിയും മൂവിംഗ് ആവറേജ് ഒരെണ്ണമല്ല, ഇഷ്ടം പോലെ ആഡ് ചെയ്തിടാം. ഒരു മൂവിംഗ് ആവറേജ് അല്ല, വീണ്ടും മൂവിംഗ് ആവറേജ് ആഡ് ചെയ്യാം. നമുക്ക് വീണ്ടും ഇൻഡിക്കേറ്റേഴ്സിൽ പോകുന്നു, മൂവിംഗ് ആവറേജ് എന്ന് കൊടുക്കുന്നു. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും മൂവിംഗ് ആവറേജ് വരും. ഒരു ക്ലിക്ക് കൂടി ചെയ്താൽ ഒരെണ്ണം കൂടിയും വരും. ഇതിലൊക്കെ നമുക്ക് ഇതുപോലെ സെറ്റിംഗ്സിൽ പോയിട്ട് മാറ്റാം. ഇപ്പോൾ നമ്മളിവിടെ 50 MA 50 എന്ന് കണ്ടു. രണ്ടാമത്തേതിൽ സെറ്റിംഗ്സ് പോയിട്ട് അതിന്റെ ഇൻപുട്ടിൽ ഞാൻ ഒരു 200 ആക്കി നോക്കി. 200 എന്ന് കൊടുത്തു. സ്റ്റൈലിൽ അതിന്റെ കളർ മാറ്റിയിട്ട് ഒരു ഗ്രീൻ കൊടുത്തു, കട്ടി അല്പം കൂട്ടി കൊടുത്തു. ഓക്കെ, നോക്കൂ, ഈ വ്യത്യാസം ഉണ്ടല്ലേ. 50ക്ക് ഞാൻ റെഡ് കൊടുത്തു, ഇങ്ങനെ നിൽക്കുന്നു. 200 അല്പൂടി മുകളിൽ നിൽക്കുന്നു. 300 കൊടുക്കാം, എന്ത് വേണമെങ്കിലും കൊടുക്കാം. സോ ഇതാണ് സെറ്റിംഗ്സിൽ വരുത്തേണ്ട മാറ്റം. ഈ 200 ഒക്കെ എന്താണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ബേസിക് ഐഡിയ കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് ഇൻഡിക്കേറ്റേഴ്സ് എടുക്കേണ്ടത്. അതിന്റെ എന്ത് മാറ്റേണ്ടത്, ലെങ്ത് മാറ്റേണ്ടത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഈ സാധനം ഉണ്ടോ, ലെങ്ത്. ഈ ലെങ്ത്തിലാണ് ഇതിന്റെ ഫുൾ കളി ഇരിക്കുന്നത്. ഇവിടെ 9 ഉണ്ടല്ലേ, ഈ 9 മാറ്റി ഞാൻ വേണമെങ്കിൽ 20 കൊടുക്കാം. 20 കൊടുത്തു. 20 ഞാനൊരു ബ്ലൂ കൊടുത്തു നോക്കി, ഒരു ബ്ലൂ കളർ കൊടുത്തു. ഓക്കെ, സോ 20 വന്നു. അതല്പം കട്ടിയിൽ വെക്കാം. 20ന്റെ ബ്ലൂ കളർ ഒരു 20 കൊടുത്തു. സി, അപ്പൊ ഞാൻ ഇപ്പൊ 3 ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തിട്ടുണ്ടേ. ഏതൊക്കെയാ? ബ്ലൂ ഉള്ളത് 20, എന്താണെന്ന് ഞാൻ സെപ്പറേറ്റ് പറഞ്ഞു തരാം. 50 റെഡ് കളറിലാണ്. 200ന്റെ മൂവിംഗ് ആവറേജ് ഗ്രീൻ കളറിൽ. സോ ഈ 3 നോക്കിയേ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എന്തെങ്കിലും ഒരു ഫെമിലാരിറ്റി കിട്ടുന്നുണ്ടോ? ഇത് നോക്കൂ, ഈ 3 മൂവിംഗ് ആവറേജിലെ ഏറ്റവും ചെറുത് ഏതാ? 20 ആണ്. 20 ചാർട്ടിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നു. അതുകൂടാതെ അടുത്തത് ഏതാ? 50 അല്പം ചാർട്ടിൽ നിന്ന് അകന്നാണ്. എങ്കിലും പ്രൈസ് ഏകദേശം അവിടെ വന്ന് 50യുടെ അടുത്ത് വന്ന് നിൽക്കുന്നത് കാണാം നിങ്ങൾക്ക്. 200 വളരെ അകലത്തിലാണ്. അതാണ് പിന്നെ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കാൻ പറ്റിയത് അല്ലേ. രണ്ടാമത്തെ എന്താ ശ്രദ്ധിക്കാൻ പറ്റിയേ? 20 മൂവിംഗ് ആവറേജിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ 20 മൂവിംഗ് ആവറേജ് അല്പം വളഞ്ഞു പോകണം. നിറച്ച് ഒടിവും ചുളിവൊക്കെ ഉണ്ട് അല്ലേ. എന്നാൽ 50നെ അപേക്ഷിച്ച് നോക്കി, 50ക്ക് അത്രയില്ല, എങ്കിലും ഉണ്ട്. 50 അല്പം കൂടി വളഞ്ഞാണ്, ചെറിയ വളവൊക്കെ ഉണ്ട്. പക്ഷെ 200ന്റെ കേസ് നോക്കി, 200 ഓൾമോസ്റ്റ് സ്ട്രേറ്റ് ആയിട്ടാണ് പോകുന്നത് അല്ലേ.
അപ്പോൾ ഈ രണ്ട് കാര്യം ഒരു പ്രഥമ ദൃഷ്ടിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. ഒന്ന്, ലെങ്ത് കുറയുമ്പോൾ, ദാറ്റ് മീൻസ് ലെങ്ത് 20 ഏറ്റവും അടുത്താണ്, 50 അല്പൊടി മുകളിലാണ്, 200 അതിനും മുകളിലാണ്, ചാർട്ടിനേക്കായും മുകളിലായിരിക്കും. ഒപ്പം ദൂരം കൂടുന്തോറും ഈ ലൈൻ, മൂവിങ് ആവറേജിന്റെ ലൈൻ സ്ട്രെയിറ്റ് ആയിക്കൊണ്ടിരിക്കും. ഈ രണ്ട് കാര്യങ്ങൾ പിടികിട്ടിയേ. സോ 50% കാര്യങ്ങളായി. എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ചു. അത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കാണുന്നവർക്ക്, ഒരു ട്രേഡർക്ക് എന്ത് വ്യത്യാസമാണ് കാണുന്നതെന്നും നമുക്ക് മനസ്സിലായി. ഇനി അപ്സ്റ്റോക്സിൽ എങ്ങനെ എടുക്കണമെന്ന് പറഞ്ഞു തരണോ? അപ്സ്റ്റോക്സിലും ഇങ്ങനെ തന്നെയാണ്. ഡയറക്റ്റ് ഫ്രണ്ട് പേജിൽ തന്നെ കിടക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ്, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്തെടുക്കുക? മൂവിങ് ആവറേജും ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ കാണാം മൂവിങ് ആവറേജ്. അത് 1, 2, 3 എത്ര എണ്ണം വേണമെങ്കിലും എടുക്കാം. ഇവിടെയും സെറ്റിംഗ്സ് ഉണ്ട്. സെറ്റിംഗ്സിൽ പോവാം. ലെങ്ത് ആണ് മാറ്റേണ്ടത്. 20 ആണെങ്കിൽ 20. സ്റ്റൈലും മാറ്റാം, കളർ മാറ്റാം. 20ക്ക് ബ്ലൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ഞാൻ ബ്ലൂ കൊടുക്കുന്നത് നിങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഇവിടെ തിക്നെസ് താഴെയാണ് ലൈൻ കൊടുത്തിരിക്കുന്നത്. തിക്നെസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിക്നെസ് മാറും. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ബ്ലൂ വന്നിരിക്കുന്നത്. ഏഞ്ചലിൽ കാണണോ? ഏഞ്ചലിലും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ്. ഇപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ ചാർട്ട് എടുത്ത് നോക്കാം. ക്രൂഡ് ഓയിലിൽ ഇൻഡിക്കേറ്റേഴ്സ് കിടക്കുന്നുണ്ട്. ഏഞ്ചലിൽ ഇവിടെ ചാർട്ട് ചെറുതാണ്. നിങ്ങൾക്ക് വലുതാക്കണമെങ്കിൽ ഇതുപോലെ പോപ്പപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബിഗ് സ്ക്രീനിലേക്ക് വരും. ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ എപ്പോഴും ബിഗ് സ്ക്രീൻ ചെയ്യുന്നത് നല്ലതാണ്. ഇൻഡിക്കേറ്റർ ക്ലിക്ക് ചെയ്യുക, മൂവിങ് ആവറേജ് എടുക്കുക. ഏഞ്ചലിലും കിടക്കുന്നുണ്ട്, ഇതാ കിടക്കുന്നു മൂവിങ് ആവറേജ്. 1, 2, 3 എടുക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ലെങ്ത് ചോദിക്കുന്നുണ്ട്. 20, 50, 200 എത്ര വേണമെങ്കിലും കൊടുക്കാം. 50 കൊടുക്കുന്നു. സ്റ്റൈലിൽ പോകുന്നു, കളർ മാറ്റുന്നു, റെഡ് ആക്കുന്നു. അതിൻ്റെ തിക്നെസ് നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ മാറ്റാം. താഴെ അപ്സ്റ്റോക്ക് പോലെ തന്നെയാണ് ഏഞ്ചിൽ, തിക്നെസ് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ക്ലിക്ക് ചെയ്യുന്നു, 50 മൂവിങ് ആവറേജ് വന്നു. വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ഇങ്ങനെയാണ് ഏഞ്ചലിലും അപ്സ്റ്റോക്കിലൊക്കെ നിൽക്കേണ്ടത്. സെപ്പറേറ്റ് പറഞ്ഞു തരേണ്ട കാര്യമില്ല, ബട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നോക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ഫോണിൽ എങ്ങനെ എടുക്കുന്നത് കാണിക്കണോ? കാണിക്കേണ്ട കാര്യമില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഏതെങ്കിലും ഒരു ചാർട്ട്, ഇപ്പോൾ IRCTC ആണെങ്കിൽ IRCTCയുടെ ചാർട്ട് ഓപ്പൺ ചെയ്യുന്നു. ചാർട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്കാണ് പോവുക. ഇതിൽ ഓൾറെഡി മൂവിങ് ആവറേജ് കിടക്കുന്നുണ്ട്. അതിൽ തന്നെ മോളിൽ സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട് ഇൻഡിക്കേറ്റർ എന്നുള്ളത്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. എന്തടിച്ചു കൊടുക്കുക? EMA എന്നോ MA എന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൂവിങ് ആവറേജ് ഏതാണോ അത് അടിച്ചു കൊടുക്കുക. EMA എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ വരും മൂവിങ് ആവറേജ് എക്സ്പോണൻഷ്യൽ. അതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മൂവിങ് ആവറേജ് അവിടെ ആഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, സോ ഓൾറെഡി ആഡ് ആയിട്ടുണ്ട്. ഡിഫോൾട്ട് ആയിട്ട് 9 ആയിരിക്കും കിടക്കുക. സോ വന്ന് കിടക്കുന്നുണ്ടാവും. അതിലും ഇതുപോലെ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ബട്ടൻ്റെ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലെങ്ത് മാറ്റാം. 200 എന്നുള്ളത് മാറ്റി 50 എത്രയെന്ന് വെച്ചാൽ ആക്കാം. സ്റ്റൈലിൽ അതിലും കളർ കൊടുക്കാം. ഇതൊക്കെ സെയിം ആണ്. ആ ലൈൻ അവിടെ വരുന്നത് കാണാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി കാര്യത്തിലേക്ക് പോവാം. സോ എന്താണ് ഈ മൂവിങ് ആവറേജ്? നമ്മൾ ഈ ലെങ്ത് പറഞ്ഞല്ലോ. ഈ ലെങ്ത് എന്താണെന്ന് അറിയുമോ? നമ്മൾ ഈ മാറ്റിയ 20 ഒക്കെ 20 എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് 20 ക്യാൻഡിൽസിന്റെ ആവറേജ് പ്രൈസ് ആണ് ഈ മൂവിങ് ആവറേജ് പറഞ്ഞിരുന്നത്. നമ്മൾ അല്പം സമയം എടുത്ത് പറയും. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മുടെ ഗ്രൂപ്പിലുള്ളവരൊക്കെ സാധാരണക്കാരാണ്. ഇങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്ത് പറഞ്ഞിട്ട് പോലും അവർക്ക് പല കാര്യം മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ടേ പറയുള്ളൂ വീഡിയോയിൽ. ലെങ്ത് ആയി പോയാലും കുഴപ്പമില്ല. ഓക്കെ, ദാറ്റ് മീൻസ് ഞാൻ 20 എന്നുള്ള ലെങ്ത് സെറ്റിംഗ്സിൽ കൊടുത്തപ്പോൾ എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ നിൽക്കുന്നിടത്ത് നിന്ന് തൊട്ട് പഴയയിലുള്ള 20 ക്യാൻഡിൽസിന്റെ പ്രൈസിന്റെ ആവറേജ് പ്രൈസ്. നിങ്ങൾ ഫസ്റ്റ് പാഠം 1 നമ്മൾ എന്താണ് ക്യാൻഡിൽ എന്ന് പഠിച്ചിട്ടുള്ളതാണ്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ പാഠമൊക്കെ കണ്ടിട്ട് വന്നാലാണ് ഇവിടെ ഈ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ ഒരു ക്യാൻഡിൽ കണ്ടാൽ നമുക്ക് 4 കാര്യങ്ങൾ മനസ്സിലാവും. എന്ത് മനസ്സിലാവും? ഓപ്പൺ പ്രൈസ് മനസ്സിലാവും, ക്ലോസിംഗ് പ്രൈസ് മനസ്സിലാവും, ലോ മനസ്സിലാവും, ഹൈ മനസ്സിലാവും. അറിയില്ലെങ്കിൽ പാഠം 1 കണ്ടിട്ട് വരാം. ഓക്കെ, അങ്ങനെ ഉള്ള ലാസ്റ്റ് 20 ക്യാൻഡിൽസിന്റെ ആവറേജ് പ്രൈസ് ആണ് 20 എന്ന് പറഞ്ഞ മൂവിങ് ആവറേജ് കാണിച്ചിരുന്നത്. ഇപ്പൊ IRCTC ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ പോയിന്റിലുള്ള പ്രൈസ് നോക്കി കഴിഞ്ഞാൽ ആ പോയിന്റിലും തൊട്ട് മുമ്പ് ഉള്ള 20 ക്യാൻഡിൽസ് ഫോം ചെയ്ത പ്രൈസിന്റെ ആവറേജ്, ദാറ്റ് മീൻസ് 828 ആണ് ഈ മൂവിങ് ആവറേജ് പ്രകാരം ഇവിടുത്തെ ആവറേജ് പ്രൈസ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ 50 എന്തായിരിക്കും? ഇപ്പൊ നിൽക്കുന്ന പോയിന്റിൽ നിന്ന് നമ്മൾ എവിടെ നിന്നാണോ എടുക്കുന്നത് ആ പോയിന്റിൽ നിന്ന് ബാക്കിലേക്കുള്ള 50 ക്യാൻഡിൽസിന്റെ ആവറേജ് പ്രൈസ് ആണ്. അതുപോലെ 200 എന്തായിരിക്കും? ലാസ്റ്റ് 200 ക്യാൻഡിൽസിന്റെ ആവറേജ്. അപ്പൊ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഏതായിരിക്കും ഇതിൽ നമുക്ക് ഏറ്റവും വിശ്വസനീയം? എന്തോരം നീളം കൂടുന്നോ അത്രയും വിശ്വസനീയം. ബിക്കോസ് 20 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 20 ക്യാൻഡിൽസിന്റെ തന്നിട്ടുള്ളൂ. 200 ലാസ്റ്റ് 200 ക്യാൻഡിൽസിന്റെ ആവറേജ് പ്രൈസ് തന്നു. എപ്പോഴും ആവറേജ് കൂടുമ്പോൾ അത്രയും സ്ട്രെങ്ത് കൂടും എന്നർത്ഥം. നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒക്കെ ഫോളോ ചെയ്യുന്നതാണെങ്കിൽ നമ്മുടെ ചാർട്ടുകളിൽ എപ്പോഴും ഇതുപോലെ ഒരു ഗ്രീൻ ലൈൻ കിടക്കുന്നുണ്ടാവും. ഞാൻ പേഴ്സണലി 200 മൂവിങ് ആവറേജിന് ഗ്രീൻ കളറാണ് കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളത് കൊടുക്കണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ആക്സസിബിൾ, നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്ന ഏത് കളറും ഏത് സ്റ്റൈലും വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഒരു പ്രശ്നമില്ല. ഇതൊക്കെ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്. ഞാൻ എൻ്റെ സ്റ്റൈലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ചാർട്ടിൽ ഉള്ള ഗ്രീൻ ലൈൻ എപ്പോഴും 200 മൂവിങ് ആവറേജ് ആയിരിക്കും. റെഡ് ലൈൻ എപ്പോഴും 50 മൂവിങ് ആവറേജ് ആയിരിക്കും. ബ്ലൂ 20 ആയിരിക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കണ്ടാവും, ഇതെന്ത് 20, 50, 200 മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വേറെ ഉണ്ടല്ലോ 30 ഇടാൻ പാടില്ലേ, 35, 40, 50 ഒക്കെ ഇടാൻ പാടില്ലേ? അതിന്റെ കാരണവും നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാം.
ഓക്കെ, സോ ഈ കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എന്താണ് മൂവിംഗ് ആവറേജിന്റെ ആവറേജ് പ്രൈസ് എന്ന് കിട്ടിയല്ലോ. എത്രയാണോ നമ്മൾ ആ ലെങ്ത് സെറ്റിംഗ്സിൽ കൊടുക്കുന്നത് അത്രയും ക്യാൻഡിൽസിന്റെ ആവറേജ് ആണ് നമുക്ക് ഇവിടെ കിട്ടുക. ഞാൻ നേരത്തെ പറഞ്ഞ 21 22 ഒരു റൗണ്ട് ഫിഗർ ഒന്നും വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫിഗർ കൊടുക്കാം. നിങ്ങൾക്ക് സ്വന്തമായ സ്ട്രാറ്റജീസും ഡെവലപ്പ് ചെയ്യാട്ടോ ഇത് വെച്ചിട്ട്, മൂവിംഗ് ആവറേജ് വെച്ച്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ RSIയും സ്റ്റോക്കാസ്റ്റിക്കും ഇതൊക്കെ മൂവിംഗ് ആവറേജിനെ വെച്ച് അത് വെച്ച് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സ്ട്രാറ്റജിയാണ്. ഇതുപോലെ നിങ്ങൾക്കും സ്വന്തമായ സ്ട്രാറ്റജികൾ ഡെവലപ്പ് ചെയ്യാം. ഞാൻ ഇന്ന് സ്വന്തമായിട്ട് കസ്റ്റമൈസ് ചെയ്ത കുറച്ച് സ്ട്രാറ്റജികൾ കൂടി നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നുണ്ട്. മറ്റേ ജഗതി ഉദയനാടത്ത് താരത്തിൽ പറയുന്നത് പോലെ എന്റേതായ കുറച്ച് ഭാവങ്ങൾ കൂടി ഞാൻ ഇന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഇത് നിങ്ങളും ടെസ്റ്റ് ചെയ്ത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ മാറ്റങ്ങൾ വരുത്താം. ഓക്കെ, ദെൻ മൂവിംഗ് ആവറേജിൽ വളരെ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് ടൈം ഫ്രെയിം. ഇതാ നോക്കൂ, ടൈം ഫ്രെയിം. ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത് ഡിഫോൾട്ട് ആയിട്ട് 5 മിനിറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്ക് പഠിച്ചതാണ്. കഴിഞ്ഞ 5 മിനിറ്റിൽ പ്രൈസ് ഉണ്ടാക്കിയിട്ടുള്ള മൂവ്മെന്റുകളാണ് ഈ ക്യാൻഡിൽ പറഞ്ഞു തരുന്നത്. ഈ ലോങ് റെഡ് ക്യാൻഡിലിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 5 മിനിറ്റിൽ IRCTC ഉണ്ടാക്കിയിരിക്കുന്ന മൂവ്മെന്റ് ആണ് ഈ ഒരു സിംഗിൾ ക്യാൻഡിൽ കാണിച്ചു തരുന്നത്. സോ അതുകൊണ്ട് തന്നെ ടൈം ഫ്രെയിമിന് ഇതിൽ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഗ്രീൻ ലൈൻ അവിടെ പോയി, നമ്മുടെ ഗ്രീൻ ലൈനിൽ നിന്ന് ഒത്തിരി അകന്ന ചാർട്ട് നിൽക്കുന്നത്. IRCTCയുടെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ IRCTCയുടെ 200 മൂവിംഗ് ആവറേജിൽ നിന്ന് വളരെ അകലത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ പ്രൈസ്, കറന്റ് മാർക്കറ്റ് പ്രൈസ് CMP നിൽക്കുന്നത്. ഇതിന്റെ ഗുണം എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്താണ് 200 മൂവിംഗ് ആവറേജ് എന്ന് പറഞ്ഞു? ലാസ്റ്റ് 200 ക്യാൻഡിൽസിന്റെ ആവറേജ്. ഡെയിലി ടൈം ഫ്രെയിമിൽ ഈ 200 മൂവിംഗ് ആവറേജ് നിങ്ങൾക്ക് എന്തായിരിക്കും പറഞ്ഞു തരുന്നത്? ലാസ്റ്റ് 200 ദിവസത്തിന്റെ IRCTCയുടെ ആവറേജ് ആണ് ഇപ്പോൾ ഈ 200 മൂവിംഗ് ആവറേജ് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വ്യത്യാസം. നോക്കിയേ, 200 മൂവിംഗ് ആവറേജ് പ്രകാരം IRCTCയുടെ പ്രൈസ് എത്രയാ? ആവറേജ് ലാസ്റ്റ് 200 ദിവസത്തെ പ്രൈസ് 487 രൂപയുള്ളൂ. ബട്ട് ഇപ്പൊ നിൽക്കുന്ന എത്ര മണിക്ക്? 800, ഓൾമോസ്റ്റ് ഡബിൾ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. IRCTC കഴിഞ്ഞ മാസങ്ങളായിട്ട് ഭയങ്കര അപ് ട്രെൻഡിലാണ്. പ്രൈസ് ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആണ്. ഒത്തിരി കറക്ഷൻ ഒക്കെ നടന്നു. നമ്മളും ഫേസ്ബുക്കിൽ IRCTCനെ പറ്റി ഒത്തിരി പോസ്റ്റുകൾ ഇട്ടിട്ടുള്ളതാണ്. സോ ഈ കാര്യം നിങ്ങൾക്ക് പിടികിട്ടും. സോ IRCTC ഇപ്പോൾ ഓവർ പ്രൈസ്ഡ് ആണോ അല്ലയോ? ഓഫ് കോഴ്സ് ഓവർ പ്രൈസ്ഡ് ആണ്. ഒറ്റ കാര്യത്തിൽ നിന്ന് പിടികിട്ടി. നമ്മൾ എന്താ എടുത്തത്? 200 മൂവിംഗ് ആവറേജ് എടുത്തു. 200 മൂവിംഗ് ആവറേജ് പ്രകാരം ആവറേജ് പ്രൈസ് ഇപ്പോഴത്തെ എപ്പോഴാണ്? 481 ഉള്ളൂ. പക്ഷെ ഇപ്പൊ നിൽക്കുന്നത് 800 ആണ്. ഓൾമോസ്റ്റ് ഡബിൾ പ്രൈസിലാണ് IRCTC നിൽക്കുന്നത്. സോ ലെങ്ത് മൂവിംഗ് ആവറേജിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. ഈ ഒരു കാര്യമാണ് പറഞ്ഞു തരുന്നത്. 50യുടെ കേസ് എടുത്തു. ഈ 50 റെഡ് ക്യാൻഡിൽ നമുക്ക് പറഞ്ഞു തരുന്നത് ഡെയിലി ടൈം ഫ്രെയിമിലെ 50 ദിവസത്തെ ക്യാൻഡിൽസിന്റെ ആവറേജ് പ്രൈസ് ആണ് എന്ത് പറഞ്ഞു തന്നിരിക്കുന്നത്? 50 മൂവിംഗ് ആവറേജ്. അത് പ്രകാരം നിങ്ങൾ നോക്കിയേ, ഓൾമോസ്റ്റ് ഇപ്പൊ ആവറേജ് പ്രൈസിലാണ് നിൽക്കുന്നത്. 50 ടൈം ഫ്രെയിം വെച്ച് നോക്കുവാണെങ്കിൽ IRCTC ഏകദേശം ഏറ്റവും ലോവർ പ്രൈസിലാണ്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഇപ്പൊ വേണമെങ്കിൽ IRCTC മേടിക്കാം. എന്ത് മാത്രം നോക്കിയിട്ട്? വെറും 50 മൂവിംഗ് ആവറേജ് മാത്രം നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം ആവറേജ് വന്ന് എത്തി നിൽക്കുന്നുണ്ട്. ആവറേജിൽ നിന്ന് മോളിൽ പോകും. നമ്മൾ ഒരു റിയൽ ലൈഫിലെ കച്ചവടം നോക്ക്. ഇപ്പൊ സ്വർണത്തിന്റെ വില കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും അല്ലെ? ഇപ്പൊ എനിക്ക് കുറച്ച് സ്വർണം മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ കൂടി നിൽക്കുന്ന സമയത്ത് ജ്വല്ലറി പോയി മേടിക്കോ? ഇല്ല. അപ്പൊ ഞാൻ എന്റെ പ്രൈസിന്റെ ആവറേജ് എടുത്ത് നോക്കും. ആവറേജ് സ്വർണത്തിന്റെ വില 30,000 രൂപയെന്ന് വിചാരിക്കും. ഇപ്പൊ നിൽക്കുന്നത് 45,000 ആണ്. എനിക്ക് സ്വർണം മേടിക്കേണ്ട, മകളുടെ കല്യാണത്തിന് എന്തെങ്കിലും സ്വർണം മേടിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ പോയി മേടിക്കോ? ഇല്ല. ഞാൻ ഏത് വരാൻ നോക്കിക്കും? ആ 30 റേഞ്ചിലേക്ക് വരാൻ നോക്കിക്കും. ബിക്കോസ് എന്താണ്? ആ 30 വന്നു കഴിഞ്ഞാൽ അതിന്റെ ആവറേജ് പ്രൈസ് ആയി. അവിടെ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ ഇത്തിരി കൂടിയാലും എനിക്ക് ലാഭം കിട്ടും. സെയിം കൺസെപ്റ്റ് ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. IRCTCയുടെ കേസ് പറഞ്ഞാൽ കഴിഞ്ഞ 50 ദിവസത്തെ ആവറേജ് പ്രൈസിനോട് അടുത്താണ് ഇപ്പൊ IRCTC നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിപ്പോ നമുക്ക് മേടിക്കാം. ബിക്കോസ് ഒരു ഫെയർ പ്രൈസിലാണ് നമുക്ക് ഇപ്പൊ IRCTC കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ഒന്നും അല്ല. സ്വന്തമായി അനലൈസ് ചെയ്ത് എപ്പോഴും മേടിക്കുക. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നു മാത്രം. അപ്പോൾ വേറൊരു ചോദ്യം വരും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു EMA, DMA, SMA ഇതൊക്കെ എന്താണെന്നുള്ളത് അല്ലേ? അതും ഇൻഡിക്കേറ്റേഴ്സിൽ തന്നെ പോയി കാണിച്ചു തരാം. ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ എടുക്കുമ്പോൾ കുറേ ഇൻഡിക്കേറ്റേഴ്സ് കണ്ടു. ഇവിടെ മൂവിംഗ് ആവറേജ് അടിക്കണ്ട കേട്ടോ, MA എന്ന് അടിച്ചാലും മതി കേട്ടോ. മൂവിംഗ് ആവറേജ് ഫുൾ അടിക്കേണ്ട, MA മൂവിംഗ് ആവറേജ്. ഈ MA തന്നെയാണ് SMA. MA തന്നെയാണ് സിമ്പിൾ മൂവിംഗ് ആവറേജ് എന്ന് വിളിക്കും. അപ്പോൾ അത് സെപ്പറേറ്റ് ഒരു മൂവിംഗ് ആവറേജ് അല്ല. SMA എന്ന് പറഞ്ഞാലും MA എന്ന് പറഞ്ഞാലും സെയിം ആണ്. സിമ്പിൾ മൂവിംഗ് ആവറേജ് ആണ്, വെറും മൂവിംഗ് ആവറേജ്. അപ്പോൾ SMA പ്രത്യേകം പറയേണ്ട കാര്യമില്ല, വൺ ആൻഡ് ഓൺലി സെയിം. ഇനി മറ്റൊരു ഫേമസ് മൂവിംഗ് ആവറേജ് ആണ് എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ്. EMA എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫുൾ അടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ EMA എന്ന് അടിച്ചാൽ മതി. മൂവിംഗ് ആവറേജ് എക്സ്പൊണൻഷ്യൽ ഒന്ന് കിടക്കട്ടോ. ഈ സംഭവം എടുക്കുക. എന്താണ് എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ്? അതിന്റെ കഥയും ഫുൾ നെയിം ഒക്കെയാണ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക. നമ്മൾ അതിന്റെ റിയൽ ലൈഫ് ഉപയോഗങ്ങൾ മാത്രമേ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ആസ് എ ട്രേഡർ നിങ്ങൾ ഈ പറയുന്ന കീവേഡ്സ് ഒക്കെ അറിഞ്ഞിരിക്കണം. ഞാനായാലും ഇടയ്ക്ക് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ നിഫ്റ്റി ടേക്കിംഗ് സപ്പോർട്ട് ഓൺ 200 DMA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഞാൻ ഉദ്ദേശിച്ചത്? ഡെയിലി ടൈം ഫ്രെയിമിൽ ഞാൻ 200 മൂവിംഗ് ആവറേജ് പ്ലോട്ട് ചെയ്തിട്ടു അതിൽ നിഫ്റ്റി ടച്ച് ചെയ്ത് മുകളിലേക്ക് പോകുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. സോ ഒരു ട്രേഡർ ഈ പറയുന്ന ഷോർട്ട് വേർഡ്സ് അറിഞ്ഞിരിക്കണം നമ്മളായിട്ട് എളുപ്പം കമ്മ്യൂണിക്കേഷൻ ചെയ്യാനൊക്കെ. പക്ഷെ ഐഡിയ നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കാം. ഓക്കെ,
സോ ഞാൻ ഇവിടെ ബാക്കിയെല്ലാം കളഞ്ഞു. ഇപ്പോൾ നമുക്ക് EMA മാത്രമേ ഉള്ളൂ. ബാക്കി EMA കൂടി നമുക്ക് പ്ലോട്ട് ചെയ്ത് തരാം. ഇവിടെ ഡെയിലി ഞാൻ ടൈം ഫ്രെയിമും ഡെയിലി ടൈം ഫ്രെയിം ആക്കാം. ഡെയിലി ടൈം ഫ്രെയിമിൽ 20 ഇട്ടു. 2 ഇൻഡിക്കേറ്റർ കൂടി വേണം. എന്താണ് EMA എന്ന് തന്നെ അടിച്ചാൽ മതി. EMA എന്ന് ക്ലിക്ക് ചെയ്താൽ എക്സ്പ്ലനേഷൻ അതുമ്പോൾ തന്നെ 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ തന്നെ ഈ പറയുന്ന എത്ര ഇൻഡിക്കേറ്റർ എത്ര ഈ ആവറേജ് മൂവിങ് ആവറേജ് വേണമെങ്കിൽ നമുക്ക് പ്ലോട്ട് ചെയ്ത് കേട്ടോ. ഇപ്പം എൻ്റെ 3 ലൈൻ ഉണ്ട്. നേരത്തെ പറഞ്ഞ അതേ 3 ലൈൻ. നേരത്തെ ഫസ്റ്റ് ഞാൻ പറഞ്ഞത് സിമ്പിൾ മൂവിങ് ആവറേജ് MA ആണ്. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ്. നമ്മൾ ഇനി അങ്ങോട്ട് എടുക്കാൻ പോകുന്നതും ഇനി അങ്ങോട്ടുള്ള നമ്മുടെ സ്ട്രാറ്റജികൾ അപ്ലൈ ചെയ്യുന്നതും ഒക്കെ EMA-ലാണ്. ബാക്കി എല്ലാ സാധനത്തെയും നമ്മൾ മറന്നു. ഇനി ഒന്നും നമുക്ക് ആവശ്യമില്ല. യൂട്യൂബിലെ മൂവിങ് ആവറേജ് വീഡിയോസിലെ SMA, DMA ഈ സാധനങ്ങളൊക്കെ മറന്നേക്കാം. ആസ് എ ട്രേഡർ ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഏതാണ്? എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ്. കാരണം അത് റീസൺ നടന്ന പ്രൈസിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുക്കുക. അതുകൊണ്ട് തന്നെ ആക്യുറസി ഏറ്റവും കൂടുതലും അതിനെ കിട്ടാൻ ചാൻസ്. ആൻഡ് ഈ വീഡിയോയിൽ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും 20 മൂവിങ് ആവറേജ് ചാർട്ടിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്നു. അല്പം വളവ് ചെരിവൊക്കെ ഉണ്ട്. 50 മൂവിങ് ആവറേജിന് അല്പം നിവർന്നാണ് ഇരിക്കുന്നത്. ചാർട്ടിൽ നിന്ന് അല്പം അകലത്തിലാണ്. 200 മൂവിങ് ആവറേജ് വളരെ അകലത്തിലാണ് നിൽക്കുന്നത്. ഒപ്പം നല്ലൊരു സ്ട്രേറ്റ് ലൈൻ പോലെ തന്നെയാണ് നിൽക്കുന്നത്. സോ ഇതുവരെ പറഞ്ഞത് മൂവിങ് ആവറേജിന്റെ കുറച്ച് ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഇനി പറയാൻ പോകുന്നതാണ് നമ്മുടെ വീഡിയോന്റെ ക്രീം ഭാഗം. എന്തിന് മൂവിങ് ആവറേജ് ഉപയോഗിക്കാം, എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, അതുകൊണ്ടുള്ള ഗുണങ്ങൾ. എന്തിന് മൂവിങ് ആവറേജ് ഉപയോഗിക്കുന്നു? 2 കാര്യങ്ങൾക്കാണ് മൂവിങ് ആവറേജ് ഉപയോഗിക്കുന്നത്. ഒന്ന്, സപ്പോർട്ടും റെസിസ്റ്റൻസും കണ്ടുപിടിക്കാൻ. ഓൾറെഡി ആ ലൈൻ കണ്ടപ്പോൾ നിങ്ങൾ മനസ്സിലായി കാണും. മൂവിങ് ആവറേജസ് വളരെ നല്ലൊരു സപ്പോർട്ടും റെസിസ്റ്റൻസ് ആണ്. എന്താണ് സപ്പോർട്ട് റെസിസ്റ്റൻസ്? പാഠം 2 പ്രൈസ് ആക്ഷൻ. പ്രൈസ് ആക്ഷനിൽ പറഞ്ഞിട്ടുണ്ട് ട്രേഡേഴ്സിന് ആവശ്യമായിട്ടുള്ള 2 കാര്യങ്ങളേ ഉള്ളൂ. സപ്പോർട്ടും റെസിസ്റ്റൻസും ട്രെൻഡും. അപ് ട്രെൻഡ് ആണോ, ഡൗൺ ട്രെൻഡ് ആണോ, സൈഡ് വേസ് ട്രെൻഡ് ആണോ, അതറിയണം. പിന്നെ എന്ത് വേണം? സപ്പോർട്ടും റെസിസ്റ്റൻസും വേണം. ഈ 3 കാര്യങ്ങളും നമുക്ക് മൂവിങ് ആവറേജും പറഞ്ഞു തരുന്നു. അപ്പോൾ സൺഫാർമയുടെ കേസ് എടുത്താൽ നോക്കി 200 മൂവിങ് ആവറേജ് നമുക്ക് എന്താ പറഞ്ഞു തരുന്നത്? ഇതിപ്പോൾ ഡെയിലി ടൈം ഫ്രെയിം ആണ്. കഴിഞ്ഞ 200 ദിവസമായി സൺഫാർമ ഒരു അപ് ട്രെൻഡിലാണ് എന്നാണ് പറഞ്ഞു തരുന്നത്. ബട്ട് മുകളിലിപ്പം 20 മൂവിങ് ആവറേജ് എന്താ പറഞ്ഞു തരുന്നത്? ലാസ്റ്റ് 20 ദിവസമായിട്ട് സൺഫാർമ ഒരു സൈഡ് വേസിലാണ്. 50യുടെ മൂവിങ് ആവറേജോ അതും നമുക്കൊരു അപ് ട്രെൻഡ് തന്നെയാണ് പറഞ്ഞു തരുന്നത്. സോ മൂവിങ് ആവറേജ് ഫസ്റ്റ് എന്ത് മനസ്സിലാക്കി തന്നു? ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കി തന്നു. അപ്പാണോ, ഡൗൺ ആണോ, സൈഡ് ആണോ. ഇപ്പം 200 EMA നേരെ പോണേ. അതിന്റെ അർത്ഥം എന്താണ്? കഴിഞ്ഞ 200 കാൻഡിൽസ് ആയിട്ട് 200 ഇപ്പൊ ഡെയിലി ആണെങ്കിൽ ഡെയിലി കാൻഡിൽസ്, 5 മിനിറ്റ്സിന്റെ ആണെങ്കിൽ കഴിഞ്ഞ 200 5 മിനിറ്റ്സിന്റെ കാൻഡിൽസ് ആയിട്ട് പ്രൈസിന് വലിയ മൂവ്മെന്റ് ഇല്ല, സൈഡ് വേസ് ആണ്. മൂവിങ് ആവറേജ് മുകളിലേക്കാണെങ്കിൽ അപ് ട്രെൻഡ്, താഴേക്കാണെങ്കിൽ ഡൗൺ ട്രെൻഡ്. ഇത് നിങ്ങളുടെ പീരീഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റിനെയും ഒരു ഫാക്ടറാണ്. ബിക്കോസ് ഞാനൊരു ലോങ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇപ്പോൾ സൺഫാർമയിൽ ഒരു 1 ഇയർ പ്ലസ് എബോവ് ഇൻവെസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഏത് നോക്കണം? 200 ഏറ്റവും ബെസ്റ്റ് ആണ്. ബിക്കോസ് കഴിഞ്ഞ 200 ദിവസമായി സൺഫാർമ ഒരു അപ് ട്രെൻഡിലാണെന്നാണ് 200 മൂവിങ് ആവറേജ് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. രണ്ടാമത്തെ ചോദ്യം, എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാം? എപ്പോഴാണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാമോ? ഇല്ല, അത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാം. ഓക്കെ, മൂവിങ് ആവറേജിന്റെ 1 വെരി ഗുഡ് ഉപയോഗമാണ് ട്രെൻഡ് മനസ്സിലാക്കി തരുന്നു. രണ്ടാമത്തെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഉപയോഗമാണ് മൂവിങ് ആവറേജ് ഒരു നല്ലൊരു സപ്പോർട്ടാണ്. മൂവിങ് ആവറേജ് നല്ലൊരു റെസിസ്റ്റൻസ് ആണ്. ഇത് നമ്മൾ വ്യക്തമായിട്ട് പാഠം 2 പറഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവർ എടുത്ത് കാണാം. നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ തന്നെ കാണാം. ഇപ്പൊ നോക്കിയേ, സൺഫാർമയുടെ കേസ് തന്നെ ഈ ചാർട്ടിൽ സിമ്പിൾ ആയിട്ട് ഇതാ 50 മൂവിങ് ആവറേജ് ആണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല സപ്പോർട്ട്. നോക്കിയേ, ഇതെവിടെ വെച്ച് സപ്പോർട്ട് എടുത്ത് ഒരു നല്ലൊരു ബൗൺസ് കിട്ടി. ദെൻ ഇവിടെ വരുമ്പോൾ അടുത്ത സപ്പോർട്ട് എടുക്കുന്നു. ഇപ്പോൾ അടുത്ത സപ്പോർട്ട് 50 എടുത്ത് നിൽക്കുകയാണ്. ദാറ്റ് മീൻസ് എന്താണ്? സൺഫാർമ ഇപ്പോൾ ഒരു ബൈ റേഞ്ചിലാണ് നിൽക്കുന്നത്. ഇവിടെ സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകുന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ധൈര്യമായിട്ട് മേടിക്കാം. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഒരു എത്ര പെർസെന്റ്, ഒരു 6% ഒരു 5% ഒക്കെ പ്രോഫിറ്റും സൺഫാർമയിൽ ബുക്ക് ചെയ്യാൻ പറ്റും. എപ്പോൾ? അത് നിങ്ങൾ പ്രൈസ് ആക്ഷൻ തന്നെ ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. സപ്പോർട്ടും റെസിസ്റ്റൻസും ലൈൻ വരച്ചിട്ട്. ഞാൻ പറഞ്ഞു വന്നത് അത്രയേ ഉള്ളൂ. സോ മൂവിങ് ആവറേജ് ക്യാൻ ആക്ട് ആസ് എ വെരി ഗുഡ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൂവിങ് ആവറേജ് പ്രൈസ് ആക്ഷനെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണെന്ന്. പ്രൈസ് ആക്ഷനിലുള്ള 2 കാര്യങ്ങളും, ട്രെൻഡ് ആയാലും സപ്പോർട്ടും റെസിസ്റ്റൻസ് ആണെങ്കിലും നമുക്ക് മൂവിങ് ആവറേജ് ഇങ്ങനെ ഇത്ര സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. രണ്ടാമത്തെ ഉപയോഗമാണ് ക്രോസ് ഓവർ സ്ട്രാറ്റജികൾ. എവിടെ എൻ്റർ ചെയ്യണം, എവിടെ എക്സിറ്റ് ചെയ്യണം എന്നും മൂവിങ് ആവറേജ് നമുക്ക് പറഞ്ഞു തരും. ബിക്കോസ് ഒരു ക്രോസ് ഓവർ സ്ട്രാറ്റജികൾ നമുക്ക് പറഞ്ഞു തരും. പാഠം 7 ADX പഠിച്ചപ്പോൾ നമ്മൾ ക്രോസ് ഓവർ സ്ട്രാറ്റജി പഠിച്ചായിരുന്നു. സെയിം മൂവിങ് ആവറേജിലും ക്രോസ് ഓവർ സ്ട്രാറ്റജി ഉണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, തൽക്കാലം ഈ കാര്യം മനസ്സിലാക്കി വെക്കുക. മൂവിങ് ആവറേജ് ഈ 2 കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ഒന്ന്, പ്രൈസ് ആക്ഷൻ മനസ്സിലാക്കാൻ, സപ്പോർട്ടും റെസിസ്റ്റൻസും ട്രെൻഡും മനസ്സിലാക്കാൻ ഉപയോഗിക്കും. 2, സ്ട്രാറ്റജികൾ, എവിടെ എൻ്റർ ചെയ്യണം, എവിടെ എക്സിറ്റ് ചെയ്യണം എന്നുള്ള ക്രോസ് ഓവർ സ്ട്രാറ്റജികൾ അപ്ലൈ ചെയ്യാനും നമുക്ക് എന്ത് ഉപയോഗിക്കാം? മൂവിങ് ആവറേജ് ഉപയോഗിക്കാം. സോ ഇതാണ് മൂവിങ് ആവറേജിന്റെ ഉപയോഗം. ഇനി ഇതിൽ ഏത് ലെങ്ത് ആണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെങ്ത് കൊടുക്കാം. 10, 20, 25, 30, 40 ആ ലെങ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അടിച്ചു കൊടുക്കാം. ബട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു 2-3 ലെങ്ത്തിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യം നമ്മൾ ഓൾറെഡി വരച്ചിട്ടേക്കാണ്. ഏറ്റവും ബെസ്റ്റ് 20, 50, 200
എന്തുകൊണ്ടായിരിക്കും? നിങ്ങളത് പലതും മാറ്റിയിട്ട് സ്വന്തം ചെയ്തു നോക്കുമ്പോഴാണ് എൻ്റെ സപ്പോർട്ട് ലെവൽ മനസ്സിലാക്കുക. ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഇതാണ്. അതുകൊണ്ട് എന്താ ഗുണം? ഒരു സ്റ്റോക്ക് 50 മൂവിങ് ആവറേജിൽ വന്ന് സപ്പോർട്ട് എടുക്കുമ്പോൾ നമ്മളെ പോലെ തന്നെ ഒത്തിരി പേര് അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അവരത് ബൈ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എന്ത് പറ്റും? ഒത്തിരി പേര് ആ ഒരു പ്രൈസിൽ ബൈ വരുമ്പോൾ എന്ത് പറ്റും? സ്വാഭാവികമായിട്ട് അതിന്റെ പ്രൈസ് കൂടും. ഇത്രയാണ് ഇതിന്റെയൊക്കെ ഒരു ലോജിക്കുള്ളൂ. ഇതെല്ലാം ബൈയും സെല്ലും തമ്മിലുള്ള ബന്ധമാണല്ലോ. സ്റ്റോക്കിന്റെ വില കൂടുന്നത് ബയ്യേഴ്സ് കൂടുമ്പോഴാണ്, സ്റ്റോക്കിന്റെ വില കുറയുന്നത് സെല്ലേഴ്സ് കൂടുതൽ സെല്ല് ചെയ്യുമ്പോഴാണ് ആണല്ലോ. സോ 50 മൂവിങ് ആവറേജുമ്പോൾ സപ്പോർട്ട് എടുത്തത് കണ്ടാൽ നാട്ടിലുള്ള എല്ലാവരും ബൈ ചെയ്ത് തുടങ്ങും. ബിക്കോസ് 50 മൂവിങ് ആവറേജ് എന്ന് വെച്ചാൽ ഫേമസ് മൂവിങ് ആവറേജ് ആണ്. സോ ഈ മൂന്നിന്റെ പ്രത്യേകത ഇതാണ്. 20യും 50യും 200 മൂവിങ് ആവറേജസും ഒത്തിരി പേര് ഉപയോഗിക്കുന്നതാണ്. അതിൽ തന്നെ 200 ആണ് ദ ബെസ്റ്റ്, ദ കിങ് ഓഫ് മൂവിങ് ആവറേജ് എന്ന് പറയും. 200 ആണ് ഇതിന്റെ അവസാന വാക്ക്. ഒന്നുകൂടി എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞാൽ ദ ലാസ്റ്റ് ലൈൻ ഓഫ് സപ്പോർട്ടും 200 മൂവിങ് ആവറേജ് ആണ്, ദ ലാസ്റ്റ് ലൈൻ ഓഫ് റെസിസ്റ്റൻസും 200 മൂവിങ് ആവറേജ് ആണ്. സോ അത്ര ഫേമസ് ആണ്. ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല, നമ്മൾ ഏത് ചാർട്ട് എടുത്താലും അതിൽ 200 മൂവിങ് ആവറേജ് ഉണ്ടാവും. അപ്പൊ അത്ര സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ് ഇത് പറഞ്ഞുതരാം. ബിക്കോസ് എന്തായിരിക്കും? കഴിഞ്ഞ 200 ക്യാൻഡിൽസിന്റെ ആവറേജ് പ്രൈസ് പറഞ്ഞിരുന്ന ലൈനാണത്. അതുകൊണ്ട് തന്നെ 200 മൂവിങ് ആവറേജ് ആണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മൂവിങ് ആവറേജ്. ഓക്കെ, സോ ഇത് ഉപയോഗിക്കേണ്ട ടൈം ഫ്രെയിമും എന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതിന്റെ ടൈം ഫ്രെയിം ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ മാറ്റി നോക്കണം. 5 മിനിറ്റ്സ് ചാർട്ട് എടുക്കാം. നമ്മൾ പലപ്പോഴും പഴയ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇൻട്രാഡേക്ക് നല്ലത് ഏതാണ്? 3 മിനിറ്റ്സ്, 5 മിനിറ്റ്സ്, 15 മിനിറ്റ് ഒക്കെ ചാർട്ടുകളാണ് ഇൻട്രാഡേ ചെയ്യാൻ നല്ലത്. അപ്പോഴും ആ മൂവിങ് ആവറേജിന് ഉണ്ടാകുന്ന മാറ്റങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. 5 മിനിറ്റ്സ് ചാർട്ടിൽ ഉള്ള മൂവിങ് ആവറേജ് നോക്കണം. ഓക്കെ, ദെൻ സ്വിംഗ് ട്രേഡുകൾക്ക് ഏതാ നല്ലതെന്ന് പറഞ്ഞു. സ്വിംഗ് ഇന്ന് മേടിച്ച് ഇന്ന് കൊടുക്കണ്ട, ഒരു 1 വീക്കോ ഒരു 1 മന്തോ ഹോൾഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഏതാ നല്ലത്? 1 അവർ 1 ഡേ ഒക്കെ ടൈം ഫ്രെയിം നോക്കാം. ലോങ് ട്രേഡുകൾക്ക് എന്ത് നോക്കാം? ലോങ് ട്രേഡുകൾക്ക് 1 ഡേ, 1 വീക്ക്, 1 മന്ത്. ഓക്കെ, ഇതിൽ തന്നെ ഡെയിലി ടൈം ഫ്രെയിം ഡെയിലി ആക്കിയിട്ട് അതിൽ 200 മൂവിങ് ആവറേജിൽ സപ്പോർട്ട് എടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ശരിക്കും ഞാൻ പറയുന്നത് മൂവിങ് ആവറേജ് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനുള്ള ഏറ്റവും പെർഫെക്റ്റ് ഇൻഡിക്കേറ്റർ ആണ്. എന്റെ ബാങ്കിലുള്ള കുറച്ച് ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ട്. 200 മൂവിങ് ആവറേജ് മാത്രം വെച്ചിട്ട് എടുക്കും. അപ്പൊ നമ്മൾ തന്നെ ആദ്യം പറഞ്ഞു പ്രൈസ് ആക്ഷൻ ആണ്, പക്ഷെ അവരതൊന്നും കാര്യമാക്കുന്നില്ല. 200 മൂവിങ് ആവറേജ്. വേറൊരു പോയിന്റ് കൂടി ഉണ്ട് ഇതിൽ ആഡ് ചെയ്യാനായിട്ട്. ഈ മൂവിങ് ആവറേജസിന്റെ മുകളിലാണ് സ്റ്റോക്ക് ചാർട്ട് നിൽക്കുന്നതെങ്കിൽ അതൊരു അപ് ട്രെൻഡും താഴെയാണെങ്കിൽ ഡൗൺ ട്രെൻഡും ആണ്. വേണമെങ്കിൽ ഒരു ചാർട്ടിൽ എക്സാമ്പിൾ എടുത്ത് കാണിച്ചു തരാം. ഇപ്പം സൺഫാർമയുടെ കേസ് നമ്മൾ നേരത്തെ നോക്കി. വേറൊരു കേസ് എടുത്ത് നോക്കാം. നമുക്ക് HDFC ബാങ്കിന്റെ കേസ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. HDFC ബാങ്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ അടിപൊളിയായിട്ട് കണ്ടാൽ തന്നെ അറിയാലോ എത്ര പ്രാവശ്യമാണ് 200 മൂവിങ് ആവറേജ് സപ്പോർട്ട് എടുക്കുന്നത് നോക്കൂ. സോ HDFC ബാങ്ക് എന്ത് ട്രെൻഡിലാണ്? ഒരു അപ് ട്രെൻഡിലാണ്. ബിക്കോസ് മൂവിങ് ആവറേജിന്റെ എബവ് ആണെങ്കിൽ അപ് ട്രെൻഡ്, മൂവിങ് ആവറേജിന്റെ ബിലോ ആണെങ്കിൽ ഡൗൺ ട്രെൻഡ്. ഇതാണ് മറ്റൊരു ഉപയോഗമാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ട്രെൻഡ് മൂവിങ് ആവറേജ് മുകളിലേക്കാണെന്ന് അപ് ട്രെൻഡ് ആണെന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഫാക്ടർ കൂടി നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. സ്റ്റോക്ക്, അതായത് സ്റ്റോക്കിന്റെ ക്യാൻഡിൽസ് 200 മൂവിങ് ആവറേജിന്റെ മുകളിലാണ് നിൽക്കുന്നതെങ്കിൽ അത് ഒരു അപ് ട്രെൻഡ് ആണ്. അത് ക്രോസ് ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ്? ഡൗൺ ട്രെൻഡ് ആണ്. ഇവിടെ നമുക്ക് 50 മൂവിങ് ആവറേജ് ക്രോസ് ചെയ്യുന്നത് കാണാം. ഇടയ്ക്ക് ഇപ്പോൾ HDFC ബാങ്കിന്റെ ചാർട്ട് എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ജനുവരി ഒക്കെ ഭാഗങ്ങളിൽ HDFC ബാങ്കിന്റെ ചാർട്ട് ഇത് നിങ്ങൾ നോക്കിയാൽ കാണാം. ഏകദേശം ഇവിടെ ഈ പറയുന്ന മൂവിങ് ആവറേജുകളൊക്കെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരുന്നുണ്ട്. കണ്ടോ? HDFC ബാങ്ക് 20നെയും 50നെയും 200നെയും ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരുന്നു. എത്ര ഒരു ക്ലിയർ ഡൗൺ ട്രെൻഡാന്ന് നോക്കി. 200നെ ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ അത് എത്ര പോയിന്റ് പോയി? ഓൾമോസ്റ്റ് 37% ആണ് ബാങ്ക് വീണത്, HDFC ബാങ്ക് വീണത്. സോ പാസ്റ്റ് ചാർട്ടിലെടുത്ത് ഇതൊന്നും നോക്കി പഠിച്ചിട്ടൊരു കാര്യമില്ല. പ്രസന്റ് ലൈവ് ചാർട്ടിൽ നിങ്ങളിത് ചെയ്ത് പഠിക്കണമെന്ന് ഞാൻ പറയുന്നത്. എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പഴയ ഒരു ചാർട്ടിൽ പറഞ്ഞു തരുന്നേ ഉള്ളൂ. കണ്ടില്ലേ? സോ ഇതാണ് ഞാനീ പറഞ്ഞത്. മൂവിങ് ആവറേജുകളെ ക്രോസ് ചെയ്ത് താഴേക്ക് വരുന്നുണ്ടെങ്കിൽ അത് ലെങ്ത് കൂടുന്തോറും അതിന്റെ പൊട്ടൻഷ്യലും കൂടും, അത് വിൻ ചെയ്യാനുള്ള ചാൻസും കൂടും. ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ആദ്യം തന്നെ 20നെ ബ്രേക്ക് ചെയ്തു, ഓഫ് കോഴ്സ്, പിന്നെ 50നെ ബ്രേക്ക് ചെയ്തു, പിന്നെ 200നെ കൂടി ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നപ്പോൾ ഇവിടെ വേണമെങ്കിൽ സിമ്പിളായിട്ട് ട്രേഡ് എടുക്കാം. ബിക്കോസ് ഡെയിലി ടൈം ഫ്രെയിമിലാണ്. കഴിഞ്ഞ 200 ദിവസത്തെ ക്യാൻഡിലിന്റെ ആവറേജിനെ ബ്രേക്ക് ചെയ്ത് പ്രൈസ് താഴേക്ക് വന്നു എന്ന് പറയുമ്പോൾ കോമൺ സെൻസ് ഉള്ളവൻ ചിന്തിക്കണം എന്ത് പറ്റി? അതൊരു ഫോളിങ്ങിന്റെ സ്റ്റാർട്ടാണ്. ആ പറഞ്ഞതുപോലെ തന്നെ ആ പോയിന്റിൽ വെച്ച് എനിക്ക് 2020 ഫെബ്രുവരിയിൽ ഒരു ഫോൾ തുടങ്ങിയിട്ട് മാർച്ച് വരെ ഒരു മാസം നീണ്ടുന്ന ഫോളിൽ ഏകദേശം 39-40% HDFC ബാങ്ക് വീണത്. അത്ര ക്ലിയർ. ലോങ് ടൈമിലേക്ക് ഒന്നും പറയാനില്ല, കണ്ണടിച്ച് ചെയ്തോ. ഡെയിലി ടൈം ഫ്രെയിമിൽ 200 മൂവിങ് ആവറേജോ 50യോ എടുത്ത് നോക്കിക്കോ, 100% സക്സസ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. സോ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ 3 ലെങ്ത്തുകളാണ്. 20 മൂവിങ് ആവറേജ്, 50, 200. ഇതിൽ 20 ഇൻട്രാഡേ ട്രേഡേഴ്സിനുള്ളതാണ്. 50 സ്വിംഗ് അല്ലെങ്കിൽ ലോങ് ട്രെയിൻ ഉപയോഗിക്കാം. സ്വിങ്ങിനൊക്കെയാണ് ഏറ്റവും നല്ലത് മിഡ് ടൈം ട്രേഡുകൾ എടുക്കാൻ. ആൻഡ് 200 ഏതിനാണ്? 200 എല്ലാത്തിനും ഉപയോഗിക്കാം കേട്ടോ. ഇൻട്രാഡേക്ക് ഉപയോഗിക്കാം,
സ്വിങ്ങിനും ഇതിനൊക്കെ ഉപയോഗിക്കാം. ഓൾറെഡി 200 വേണം നമ്മുടെ ചാർട്ടിൽ എപ്പോഴും. എന്നാലും ലോങ് ട്രേഡുകൾ എടുക്കാൻ ഞാനൊരു 1 year അബോ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റോക്കുകൾ 200 മൂവിംഗ് ആവറേജിൽ സപ്പോർട്ട് എടുത്ത് പോയി കഴിഞ്ഞാൽ വളരെ അടിപൊളി ട്രെൻഡാണ്. അതുപോലെ തന്നെ 50 മൂവിംഗ് ആവറേജും ലോങ്ങിന് ബെസ്റ്റ് ആണ്. 50 മൂവിംഗ് ആവറേജ് സ്വിങ്ങിന് ബെസ്റ്റ് ആണ്. ഇൻട്രാഡേക്ക് ഏറ്റവും ബെസ്റ്റ് 20 മൂവിംഗ് ആവറേജ് ആണ്. ഒപ്പം 50 200ന്റെയും സപ്പോർട്ടും എടുത്ത് നോക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പ്ലോട്ട് ചെയ്തപ്പോൾ 20, 50, 200 മസ്റ്റ് ആയിട്ട് ഇട്ടത്. ഇപ്പൊ കാര്യം മനസ്സിലായി കാണും. ഓക്കെ, സോ ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഏറ്റവും ആവശ്യമുള്ള കാര്യം മൂവിംഗ് ആവറേജസ് വെച്ച് എങ്ങനെ ട്രേഡ് എടുക്കാം, അവിടെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു റിയൽ ട്രേഡർക്ക് മൂവിംഗ് ആവറേജ് വെച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്ട്രാറ്റജികൾ. ഓക്കെ, അതിൽ ഫസ്റ്റ് മൂവിംഗ് ആവറേജിന്റെ യൂസ് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. മൂവിംഗ് ആവറേജ് ഏറ്റവും നല്ല സപ്പോർട്ടാണ്, ഏറ്റവും നല്ല റെസിസ്റ്റൻസ് ആണ്. സ്റ്റോക്ക് മുകളിൽ നിന്ന് വന്ന് മൂവിംഗ് ആവറേജിൽ തട്ടി മുകളിലേക്ക് പോവുകയാണെങ്കിൽ അപ്പം മൂവിംഗ് ആവറേജ് എന്തായിരിക്കും, ഒരു സപ്പോർട്ടായിട്ടായിരിക്കും ആക്ട് ചെയ്യുക. ഇനി സ്റ്റോക്ക് അടിയിൽ നിന്ന് വന്ന് മൂവിംഗ് ആവറേജിൽ തട്ടി വീണ്ടും തിരിച്ചു വരികയാണെങ്കിൽ അപ്പം മൂവിംഗ് ആവറേജ് റെസിസ്റ്റൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. സോ മൂവിംഗ് ആവറേജ് ഇത് രണ്ടുമായിട്ട് ആക്ട് ചെയ്യും, സപ്പോർട്ടുമായിട്ടും റെസിസ്റ്റൻസുമായിട്ട് ആക്ട് ചെയ്യും. അത് മാത്രമല്ല മൂവിംഗ് ആവറേജിനെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ട്രെൻഡിന്റെ റിവേഴ്സൽ കാണിക്കും. സോ ഒരു ട്രെൻഡ് റിവേഴ്സലിന് മൂവിംഗ് ആവറേജ് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഈ ചാർട്ടിൽ തന്നെ നമുക്ക് എടുത്ത് നോക്കാം. HDFC ബാങ്കിന്റെ ചാർട്ടിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഡൗൺ ട്രെൻഡിലായിരുന്നു, താഴേക്ക് വന്ന് ഡൗൺ ട്രെൻഡിലായിരുന്നു. അതിനുശേഷം സ്റ്റോക്ക് വീണ്ടും മുകളിലേക്ക് പോയി ഏകദേശം ഇവിടെ വെച്ച് നിങ്ങൾക്ക് നോക്കി കാണാം. ഈ ഒരു പോർഷനിൽ വെച്ച് പല പ്രാവശ്യം ഈ മൂവിംഗ് ആവറേജിന്റെ സൈഡിൽ സൈഡ് വേസ് പോയി. അപ്പൊ നിങ്ങൾ നോക്കിയേ 200 മൂവിംഗ് ആവറേജ് സൈഡ് വേസ് ആയിരുന്നു. ദാറ്റ് മീൻസ് സ്റ്റോക്കിന്റെ ഡയറക്ഷനും സൈഡ് വേസ് ആണെന്ന് മനസ്സിലായി. എപ്പോഴാണ് ഒരു ക്ലിയർ ബ്രേക്ക് ഔട്ട് കിട്ടിയത്, ദാറ്റ് മീൻസ് ഇവിടെ വെച്ച് വീണ്ടും താഴേന്ന് 200 ഈ പറയുന്ന 3 മൂവിംഗ് ആവറേജുകളെയും ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയത്. സീതാ അപ്പൊ തൊട്ട് ഇന്ന് വരെ HDFC ബാങ്ക് ഒരു ക്ലിയർ അപ് ട്രെൻഡിലാണ്. എന്നാ നോക്കിയേ 2020 ഒക്ടോബറിൽ ബ്രേക്ക് ചെയ്ത് വന്നിട്ട് ഇതുവരെ ആ മൂവിംഗ് ആവറേജിന്റെ താഴേക്ക് പോകാൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഏകദേശം എത്ര പോയിന്റ് ആണ്, ഓൾമോസ്റ്റ് 62%. എന്താ നോക്കണേ, 2020 ഒക്ടോബറിൽ നിന്ന് മൂവിംഗ് ആവറേജിനെ ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോയിട്ട്, ഏതിനെ 200 മൂവിംഗ് ആവറേജിനെ ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോയിട്ട് HDFC ബാങ്ക് ഉണ്ടാക്കിയിരിക്കുന്നത് 667 രൂപയുടെ കയറ്റമാണ്, 62%. ഇതിൽ കൂടുതൽ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. സോ ഈ രണ്ട് കാര്യങ്ങൾക്കും ദ ഫസ്റ്റ് മൂവിംഗ് ആവറേജ് ഏറ്റവും ഫസ്റ്റ് ഉപയോഗിക്കുന്നത്. എന്താണ് പറഞ്ഞു, നല്ലൊരു സപ്പോർട്ടാണ്, നല്ലൊരു റെസിസ്റ്റൻസ് ആണ്. ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ട്രെൻഡ് റിവേഴ്സലിനെയും കാണിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു. ലൈവ് HDFC ബാങ്കിന്റെ ചാർട്ടിലും കണ്ടു. ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 200 മൂവിംഗ് ആവറേജ് നമ്മൾ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നതിന്റെ അതേ പണിയാണ് ചെയ്യുന്നത്. ട്രെൻഡ് ലൈൻ നമ്മൾ എടുത്ത് നിയറസ്റ്റ് സപ്പോർട്ടും റെസിസ്റ്റൻസും കണ്ടുപിടിച്ച് നമ്മൾ ഇതുപോലെ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നു. ഫോർ എക്സാമ്പിൾ ഒരു ബ്ലാക്ക് കളറിൽ തന്നെ ഇടാം. ഇതുപോലൊരു ട്രെൻഡ് ലൈൻ ഞാൻ വരച്ചു. ഡെയിലി ടൈം ഫ്രെയിമിൽ സപ്പോർട്ടുകൾ കൂട്ടി ഒരു ട്രെൻഡ് ലൈൻ വരച്ചു. നിങ്ങൾ നോക്കിയേ ഏകദേശം ഈ ട്രെൻഡ് ലൈനിന്റെ അതേ പണിയല്ലേ ഈ 200 മൂവിംഗ് ആവറേജ് എടുക്കുന്നത്. നോക്കിയേ നല്ലൊരു ക്ലിയർ അപ് ട്രെൻഡ്. ടൈം ഫ്രെയിം മാറ്റി നിങ്ങൾ വരച്ചു നോക്കണം കേട്ടോ. ഫ്രെയിം നമ്മൾ എടുക്കുന്നു, ഇൻട്രാഡേക്കുള്ള ഒരു 15 മിനിറ്റ് ടൈം ഫ്രെയിം ആണിത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരു റെസിസ്റ്റൻസ് ആണ്, 200 മൂവിംഗ് ആവറേജിന്റെ താഴെയാണ്. അതുമല്ല നിങ്ങൾക്ക് ഇതുപോലെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പല പ്രാവശ്യം ആ ട്രെൻഡ് ലൈനിൽ തട്ടി താഴേക്ക് വരുന്നതാണ്. കുറച്ച് നാളായിട്ട് ഡൗൺ ട്രെൻഡിലാണ്. നോക്കൂ 200 മൂവിംഗ് ആവറേജിലും ഇവിടെയും 200 മൂവിംഗ് തട്ടി തിരിച്ചു വന്നു. സോ ഇവിടെ വെച്ച് നമുക്ക് വേണ്ടി ട്രേഡ് എടുക്കാമായിരുന്നു അല്ലേ. ഒരു ഷോർട്ട് പൊസിഷൻ ഫ്യൂച്ചർ സെല് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കാം. ഇവിടെ വെച്ച് ഷോർട്ട് പൊസിഷൻ എടുത്താൽ നല്ലൊരു ക്ലിയർ ഡൗൺ ട്രെൻഡ് കിട്ടും. എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സ്റ്റോപ്പ് ലോസ് കൊടുക്കാം. ഒരു 0.3% 4% അതിന് അഗെയിൻസ്റ്റ് നല്ലൊരു ടാർഗറ്റ് ഇവിടെ അച്ചീവ് ചെയ്തായിട്ട് കാണാം. എങ്ങനെയാണ് ഷോർട്ട് പൊസിഷൻ ലോങ് പൊസിഷൻ ഒക്കെ എടുത്തത് നമ്മൾ പഴയ വീഡിയോസ് പറഞ്ഞിട്ടുള്ളതാണ്. സോ ഇങ്ങനെ ട്രേഡ് എടുക്കാം നമുക്ക്. അപ്പം ഈ കേസിൽ നോക്കി ഇതാണ് ഞാൻ പറഞ്ഞത് 200 മൂവിംഗ് ആവറേജ് അല്ലെങ്കിൽ മൂവിംഗ് ആവറേജസ് പൊതുവെയായി സപ്പോർട്ടായിട്ടും റെസിസ്റ്റൻസ് ആയിരിക്കും. നേരത്തെ എന്തായിരുന്നു, നേരത്തെ നമ്മൾ ഇവിടുത്തെ കേസിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ത്രൂ ഔട്ട് സപ്പോർട്ടാണ്. HDFC ബാങ്കിന്റെ മാത്രം കേസായിട്ട് പറയണേ. HDFC ബാങ്ക് ഇങ്ങനൊരു ട്രെൻഡ് ലൈൻ വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സമയങ്ങളിൽ മൊത്തം 200 മൂവിംഗ് ആവറേജിൽ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ 200 സപ്പോർട്ട് എടുത്ത് പോകുന്നു, ഇവിടെ 200 സപ്പോർട്ട് എടുത്ത് നോക്കുന്നു. ദെൻ ഇവിടെ വെച്ച് 200 സപ്പോർട്ട് എടുത്ത് ബ്രേക്ക് ചെയ്ത് താഴെ വന്നപ്പോൾ തൊട്ട് അതൊരു ഡൗൺ ട്രെൻഡിലാണ്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് നോക്കിയത് കാണാം ഇത്രയും നേരം സപ്പോർട്ട് ആകുന്ന 200 മൂവിംഗ് ആവറേജ് അതിനുശേഷം എന്തായി മാറി, റെസിസ്റ്റൻസ് ആയി മാറി. നോക്കിയേ ഈ പ്രദേശങ്ങളിലൊക്കെ 200 മൂവിംഗ് ആവറേജിൽ റെസിസ്റ്റൻസ്, ഇവിടെ ഒരു റെസിസ്റ്റൻസ് എടുത്ത് പോകുന്നു. ഇപ്പം ഇതുവരെ നടന്ന കാര്യം ആർക്കും പറയാം. ഇനിയും നടക്കാനുള്ളത് ഞാൻ പറയണം. ഇനിയും നടക്കാൻ എന്ത് പറ്റും, HDFC ബാങ്ക് ഇവിടെ വന്ന് ഇവിടെ ഒരു സപ്പോർട്ട് ലെവൽ ഉണ്ട്, ഇവിടെ ടച്ച് ചെയ്ത് വീണ്ടും ഈ പറയുന്ന 200 മൂവിംഗ് ആവറേജിലേക്ക് വരും, അവിടെ നിന്ന് വീണ്ടും താഴേക്ക് പോകും. അങ്ങനെ ഒന്ന് സംഭവിക്കാം. അല്ലെങ്കിൽ എന്ത് പറ്റും, ഇവിടെ വെച്ച് ഈ 200 മൂവിംഗ് ആവറേജിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി വീണ്ടും ഒരു ലോ ഉണ്ടാക്കി വീണ്ടും മുകളിലേക്ക് ഇങ്ങനെയും പോവാം. ഈ രണ്ട് പോസിബിലിറ്റിയാണ് ഉള്ളത്. സോ നെക്സ്റ്റ് HDFC ബാങ്കിന്റെ കാര്യത്തിൽ ഈ മൂവിംഗ് ആവറേജ് വെച്ച് നമുക്ക് എന്താണ് കാണാനുള്ളത്, അടുത്ത ഏകദേശം ഒരു 8-ാം തീയതി 10-ാം തീയതി ആകുമ്പോഴേക്കും നമുക്ക് നോക്കാം. ടൈം ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നില്ല. ഏകദേശം ഇങ്ങനെ വന്ന് വീണ്ടും 200 മൂവിംഗ് ആവറേജിൽ വന്ന് എയ്തർ ടച്ച് ചെയ്ത് തിരിച്ചു വരാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാം. ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും,
ബൈ പൊസിഷൻ എടുക്കും, അല്ല ടച്ച് ചെയ്ത് താഴേക്ക് വന്നാൽ നമുക്ക് എന്തെടുക്കാൻ പറ്റും, സെൽ പൊസിഷൻ എടുക്കാം, അല്ലെങ്കിൽ ഫ്യൂച്ചർ സെൽ ചെയ്യാം, അതല്ലെങ്കിൽ ഓപ്ഷൻ ട്രേഡർ ആണെങ്കിൽ HDFC ബാങ്കിന്റെ ഏതെങ്കിലും ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതൊന്നും സെപ്പറേറ്റ് പറയുന്നില്ല. ഒപ്പം നമ്മൾ ഓപ്ഷന്റെ വീഡിയോയും തുടങ്ങിയിട്ടുണ്ട്. ഓപ്ഷൻ സീരീസ് 3-4 വീഡിയോ ആയിട്ടുള്ളൂ. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ തുടക്കം മിസ്സാവില്ല. ഓക്കെ, സോ ഇതാണ് മൂവിംഗ് ആവറേജിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂസ്. എന്ത് മനസ്സിലാക്കി തരുന്നു? സപ്പോർട്ട്, നല്ലൊരു സപ്പോർട്ടാണ് ഈ പറയുന്ന മൂവിംഗ് ആവറേജസ് എല്ലാം, നല്ലൊരു റെസിസ്റ്റൻസ് ആണ് ഈ പറയുന്ന മൂവിംഗ് ആവറേജസ് എല്ലാം. അത് മാത്രമല്ല ഇത് ബ്രേക്ക് ഈവൻ എവിടെയെങ്കിലും ട്രെൻഡ് റിവേഴ്സൽ വരണമെങ്കിൽ അതും നമുക്ക് കാണിച്ചു തരുന്നു. എങ്ങനെ മൂവിംഗ് ആവറേജിനെയും ക്രോസ് ചെയ്ത് താഴേക്ക്, അതും എസ്പെഷ്യലി 15-200 മൂവിംഗ് ആവറേജ്, 15-200 മൂവിംഗ് ആവറേജിനെ ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അത് ഡെയിലി ടൈം ഫ്രെയിം ആകുമ്പോൾ അല്പം ശക്തി കൂടും. ബിക്കോസ് 200 ക്യാൻഡിൽസിന്റെ ആവറേജ് പ്രൈസിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നല്ലൊരു കോൺഫിഡൻസോടുകൂടി നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇതാണ് മൂവിംഗ് ആവറേജ് ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്ട്രാറ്റജി. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും, ഒപ്പം ട്രെൻഡ് റിവേഴ്സൽ കാണിച്ചു തരും, ഒരു ട്രെൻഡ് എങ്ങോട്ടാണെന്ന് കൂടി കാണിച്ചു തരുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ് മൂവിംഗ് ആവറേജ്. ഞാൻ മൂവിംഗ് ആവറേജ് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, നമ്മൾ എടുക്കുന്നത് EMA ഉണ്ടോ, എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ്. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. നിങ്ങൾ SMAയും DMA ഒന്നും എടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഏതെടുത്താൽ മതി, EMA എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് മാത്രം പ്ലോട്ട് ചെയ്തിട്ടാൽ മതി. അതിൽ തന്നെ ഏത് വേണമെന്ന് ഞാൻ പറഞ്ഞത് 20, 50, 200 മസ്റ്റ്. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്ട്രാറ്റജി, അത് ക്രോസ് ഓവർ സ്ട്രാറ്റജിയാണ്. നമ്മൾ ADX പഠിച്ചപ്പോഴും ഒരു ക്രോസ് ഓവർ പഠിച്ചു. DM + DM - DM ക്രോസ് ചെയ്ത് പോകുന്ന ADX നമ്മൾ പഠിച്ചായിരുന്നു. അതുപോലെ തന്നെ ഇവിടെയും അങ്ങനെ ഒരു സംഭവം ഉണ്ട്. സോ മൂവിംഗ് ആവറേജ് ഉപയോഗിച്ചും നമുക്ക് ക്രോസ് ഓവർ സ്ട്രാറ്റജികൾ പ്ലാൻ ചെയ്യാം. ക്രോസ് ഓവർ സ്ട്രാറ്റജി എന്തായിരിക്കും? ഒരു മൂവിംഗ് ആവറേജ് മറ്റൊരു മൂവിംഗ് ആവറേജിനെ ക്രോസ് ചെയ്ത് പോകുമ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രേഡിൽ എൻ്റർ ചെയ്യാനും ട്രേഡ് എക്സിറ്റ് ചെയ്യാനും പറ്റും. എങ്ങനെയാന്ന് നോക്കാം. സോ നമുക്ക് അതിന് വേണ്ടി സ്റ്റേറ്റ് ബാങ്കിന്റെ ചാർട്ട് എടുക്കാം, SBI ഏത് വേണമെങ്കിലും കേട്ടോ. ഞാനിപ്പോൾ HDFC ബാങ്ക് IRCTC എടുത്തതുകൊണ്ട് SBI എടുത്തെന്ന് മാത്രം. സോ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ചെറിയ മൂവിംഗ് ആവറേജുകൾ, ഈ ബ്ലൂ ലൈൻ 20 ആണ്, റെഡ് ലൈൻ 50 ആണ്. ഈ 20, 50 മൂവിംഗ് ആവറേജും ഇപ്പോൾ SBIയുടെ കേസ് നോക്കി കഴിഞ്ഞാൽ ഡെയിലി ടൈം ഫ്രെയിം ആണ് കേട്ടോ. സോ ലോങ് ട്രേഡിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ലോങ് ട്രേഡ് എടുക്കാൻ എങ്ങനെ എടുക്കണമെന്ന് നോക്കാം. ഡെയിലി ടൈം ഫ്രെയിമിൽ ഈ രണ്ട് മൂവിംഗ് ആവറേജും ഏകദേശം ഇവിടെ വെച്ച് നിങ്ങൾ നോക്കിയേ, ഇവിടെ വെച്ച് 200 മൂവിംഗ് ആവറേജിനെ ക്രോസ് ചെയ്ത് പോവാണ്. എന്നാണ് 2020 നവംബർ 27 ദിവസങ്ങളിൽ കണ്ടറിയാം. 20 മൂവിംഗ് ആവറേജും 50 മൂവിംഗ് ആവറേജും 50 മൂവിംഗ് ആവറേജിനെ ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോകുന്നു. ആ ക്രോസ് ചെയ്ത് എന്താന്ന് പറഞ്ഞു? ഓൾറെഡി വെറുതെ ചുമ്മാ സ്റ്റോക്ക് മൂവിംഗ് ആവറേജിനെ ക്രോസ് ചെയ്താൽ തന്നെ അത് അപ് ട്രെൻഡ് ആണ്. ഒപ്പം ഇതിനെയാണ് നമ്മൾ ക്രോസ് ഓവർ സ്ട്രാറ്റജി എന്ന് പറയുക. വലിയ മൂവിംഗ് ആവറേജിനെ, ലെങ്ത് കൂടിയ മൂവിംഗ് ആവറേജിനെ ലെങ്ത് കുറഞ്ഞ മൂവിംഗ് ആവറേജ് ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് നമുക്ക് ബൈ ചെയ്യാം. സോ സ്റ്റേറ്റ് ബാങ്ക് നമുക്ക് എവിടെ വെച്ച് ബൈ ചെയ്യാമായിരുന്നു? ഈ പോയിന്റിൽ വെച്ച് 2020 നവംബറിൽ നിങ്ങൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ ഞാൻ അതിന് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിവിടെ വെച്ച് ബൈ ചെയ്യാമായിരുന്നു. അത് ബൈ ചെയ്തിരുന്നെങ്കിൽ എന്ത് പറ്റിയാനെ? സ്റ്റോപ്പ് ലോസ് നമുക്ക് ഏകദേശം തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ഈ ലെവലിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് കൊടുക്കാൻ പറ്റും. ഇതുപോലെ നിങ്ങൾ ചാർട്ട് നന്നായിട്ട് അനലൈസ് ചെയ്യാൻ പഠിക്കണം. ഇതുപോലെ സപ്പോർട്ടും റെസിസ്റ്റൻസും മാത്രമാണ് ട്രേഡിങ്. മൂവിംഗ് ആവറേജ് ഓൾറെഡി പറഞ്ഞു തരും, എങ്കിലും നിങ്ങളായിട്ട് കണ്ടുപിടിച്ച് ഇവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ഏകദേശം 147 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 217 ബൈ ചെയ്തിരുന്നെങ്കിൽ എത്ര ക്ലിയർ പോക്കാൻ നോക്കി. ഇവിടെ നിന്ന് പോയിട്ട് SBI 148% കഴിഞ്ഞ ഒരു കൊല്ലം കൊണ്ട് കൂടിയത്. കൊറോണയുടെ ടൈമാണ്, ആ ഇമ്പാക്ട് ഉണ്ട്. ഏത് സ്റ്റോക്ക്, ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് ആയാലും SBI ആയാലും ഏത് കേസ് എടുത്താലും 2-3 മടങ്ങായ കഥകൾ നമുക്ക് അറിയാം. എങ്കിലും ഈ മൂവിംഗ് ആവറേജിന്റെ സ്ട്രെങ്ത് കാണിച്ചു തരാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം. ഒരു ലോങ് ടൈം ഫ്രെയിം, അതായത് ഡെയിലി ടൈം ഫ്രെയിമിൽ 200 മൂവിംഗ് ആവറേജിനെ 50 മൂവിംഗ് ആവറേജ് ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോയാൽ നമുക്ക് എന്ത് ചെയ്യാം? ബൈ പൊസിഷൻ എടുക്കാം. വിത്ത് ഒരു സ്റ്റോപ്പ് ലോസ് മനസ്സിൽ വേണം. ഏകദേശം നല്ലൊരു സ്റ്റോപ്പ് ലോസ് ആണ്. ഇത് വലിയ സ്റ്റോപ്പ് ലോസ് ആണല്ലേ. 216 മേടിച്ചിട്ട് 147 വരെ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുന്നത് വലിയ സ്റ്റോപ്പ് ലോസ് ആണ്. ബട്ട് ലോങ് ടൈം ഫ്രെയിമിലേക്ക് ഇങ്ങനെ കീപ്പ് ചെയ്താലേ കാര്യമുള്ളൂ. അവിടെ നിന്ന് എത്ര റിസ്ക് റിവാർഡായിരിക്കും? ഇത് നല്ലൊരു റിസ്ക് റിവാർഡുമാണ്. ഇത് ലോങ് പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നമ്മൾ ഒരു ലോങ് പൊസിഷൻ ഇവിടെ വെച്ച് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇത്രയുണ്ട്. അതിന് അഗെയിൻസ്റ്റ് എത്ര പോയിന്റ് പോയി നോക്കിയേ? 1:4 റിസ്ക് റിവാർഡ്. ₹1 ലോസിന് ₹4 പ്രോഫിറ്റാണ് നമ്മളിവിടെ ഏൺ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നല്ല റിസ്ക് റിവാർഡുള്ള ട്രേഡ് ഇതിലെടുക്കാൻ പറ്റും. ഒരു കാര്യം പറയാം, ഇപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞെങ്കിലും ഇതിനെയാണ് ഗോൾഡൻ ക്രോസ് ഓവർ എന്ന് പറയാം. മൂവിംഗ് ആവറേജ് ഗോൾഡൻ ക്രോസ് ഓവർ. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു 200 മൂവിംഗ് ആവറേജ് ആണ് മൂവിംഗ് ആവറേജിന്റെ കിങ് ആണ്. കിങ്ങിനെയും ക്രോസ് ചെയ്ത് പോയേക്കാണ്. അതുകൊണ്ട് തന്നെ ഗോൾഡൻ ക്രോസ് ഓവർ എന്നാണ് ഇതിനെ പൊതുവേ മാർക്കറ്റിൽ അറിയപ്പെടാം. നമ്മുടെ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിന് അറിയാം, ഗോൾഡൻ ക്രോസ് ഓവറിനെ പറ്റി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പല ട്രേഡ് എടുത്തിട്ട് ട്രേഡ് സക്സസ് ആയി കഴിയുമ്പോൾ, ട്രേഡ് എടുത്ത് സക്സസ് ആയതിനു ശേഷമാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താലുള്ള ഗുണം. ട്രേഡ് സക്സസ് ആയി കഴിയുമ്പോൾ നമ്മൾ പറയും ഇത് എങ്ങനെ എടുത്താൽ ഇത് ഗോൾഡൻ ക്രോസ് ഓവർ ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഡെയിലി ടൈം ഫ്രെയിമിൽ 200 മൂവിംഗ് ആവറേജിന് 50ന്റെ മൂവിംഗ് ആവറേജ് ക്രോസ് ചെയ്ത് പോകുന്നു. 20 നോക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് 200 മൂവിംഗ് ആവറേജിനെ
50 മൂവിംഗ് ആവറേജ് അടിയിൽ നിന്ന് ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനെ ഗോൾഡൻ ക്രോസ് ഓവർ എന്ന് പറയും. നേരെ തിരിച്ചുകൊണ്ടിട്ടോ 200 മൂവിംഗ് ആവറേജിനെ 50 മൂവിംഗ് ആവറേജ് മുകളിൽ നിന്ന് വന്ന് ക്രോസ് ചെയ്ത് താഴേക്ക് പോയി കഴിഞ്ഞാലും അതൊരു ഗോൾഡൻ ക്രോസ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? സെല്ലിംഗ് ആണ് ചെയ്യേണ്ടത്. ഓപ്ഷൻ ബയർ ആണെങ്കിൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യണം. സെല്ലർ ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചർ സെല് ചെയ്യാം. ബിക്കോസ് ഷോർട്ട് സെല് ചെയ്തിട്ട് കാര്യമില്ല. സ്റ്റോക്കിൽ ഷോർട്ട് സെല് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് തന്നെ സെറ്റിൽ ചെയ്യണം. നമ്മളിപ്പം ലോങ് ട്രേഡുകളുടെ കാര്യം പറയണേ. സോ ഫ്യൂച്ചർ സെല് ചെയ്യാം, അതല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഇതിനെയാണ് പൊതുവെ ക്രോസ് ഓവർ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതിൽ തന്നെ ഗോൾഡൻ ക്രോസ് എന്താണ്? കിങ്ങിനെ ക്യൂൻ ബ്രേക്ക് ചെയ്യുന്നു. കിങ് ആരാണ്? 200 മൂവിംഗ് ആവറേജ്. ക്യൂൻ ആരാണ്? 50 മൂവിംഗ് ആവറേജ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഗോൾഡൻ ക്രോസ് എന്ന് പറഞ്ഞൊരു അടിപൊളി സ്ട്രാറ്റജിയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതൊക്കെ പണ്ടേ പഠിക്കേണ്ടതായിരുന്നു അല്ലേ? ഓക്കെ, എനിവേ പാസ് ഈസ് പാസ്. ഇനി ആയാലും ലോങ് ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഈ ഗോൾഡൻ ക്രോസുകളുള്ള സ്റ്റോക്ക് മാത്രം ചെയ്താലും നിങ്ങൾക്ക് വിന്നിങ് കിട്ടും. പിന്നെ ലോങ് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ എപ്പോഴും മൾട്ടിപ്പിൾ സ്റ്റോക്കിലായിരിക്കും. ഇത് മാത്രം എടുത്താൽ മതി, നമുക്ക് ജീവിക്കാനുള്ള കാശ് കിട്ടും. ബാങ്കിൽ കൊണ്ടുപോയി ഫിക്സഡ് ഇടുന്നതിനേക്കാളും എത്രയോ മടങ്ങ് ലാഭം ഇത് കിട്ടും. ഇത് തന്നെ നോക്കിയേ, SBI ഒരു വർഷം കൊണ്ട് ഉണ്ടാക്കിയത് എത്രയാ? 128% ഹൈക്ക് ഈ ഗോൾഡൻ ക്രോസ് ഓവറിൽ നിന്ന് കിട്ടിയത്. സോ ലോങ് ഇൻവെസ്റ്റർ ഇനി ഒന്നും ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് ഉള്ള കാര്യങ്ങളൊക്കെ മൂവിംഗ് ആവറേജസ് 50-യും 200-ഉം പറഞ്ഞു തരും. മനസ്സിലായി ഇരിക്കുന്നു. ഇത് മാത്രമല്ല കേട്ടോ, 20-50 മാത്രമല്ല, എല്ലാം ഗോൾഡ് ക്രോസ് ആണ്. ഏത് ചെറിയ മൂവിംഗ് ആവറേജ് വലിയ മൂവിംഗ് ആവറേജിനെ ക്രോസ് ചെയ്ത് പോയാലും അതൊരു ക്രോസ് ഓവർ ആണ്. ഈ മൂന്നും കൂടി എന്ന് പറഞ്ഞാൽ അടിപൊളി ക്രോസ് ഓവർ ആണോ. ആദ്യം 20 ക്രോസ് ചെയ്യുന്നു, ദെൻ 50 ക്ലോസ് ചെയ്യുന്നു. ഡബിൾ കൺഫർമേഷനാ. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഈ 3 മൂവിംഗ് ആവറേജും പ്ലോട്ട് ചെയ്തിരുന്നത്. വെറും മൂവിംഗ് ആവറേജ് അല്ല, എക്സ്പോണൻഷ്യൽ കേട്ടോ. ഈ 3 എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് 20, 50, 200 പ്ലോട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ 3 ക്രോസ് ഓവർ കൺഫർമേഷൻ കിട്ടും. ഫസ്റ്റ് തന്നെ 20 മൂവിംഗ് ആവറേജ് ക്രോസ് ചെയ്ത് പോകും. പിന്നെ 15 ക്രോസ് ചെയ്യുമ്പോൾ ഡബിൾ കൺഫർമേഷൻ ആയി നിങ്ങൾക്ക് ധൈര്യമായിട്ട് ലോങ് ട്രേഡ് എടുക്കാം. ഇൻട്രാഡേക്കും പറ്റും കേട്ടോ. ഇൻട്രാഡേ കാണിച്ചു തരണോ? ഇത് നോക്കി, കഴിഞ്ഞ ദിവസത്തെയാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസം 20 മൂവിംഗ് ആവറേജ്, ബ്ലൂ 20 ആണ്. 20 മൂവിംഗ് ആവറേജ് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. 20 മൂവിംഗ് ആവറേജ് 50 മൂവിംഗ് ആവറേജിനെ ഇവിടെ വെച്ച് ക്രോസ് ചെയ്തു. സോ ഇവിടെ വെച്ച് നിങ്ങൾക്കൊരു ബൈ ചെയ്തിരുന്നെങ്കിൽ തന്നെ, ഇത് ഇൻട്രാഡേ ഉണ്ടോ? ഇൻട്രാഡേയുടെ കാര്യം പറയണേ. ഏകദേശം ഈ പോയിന്റിൽ വെച്ച് ബൈ ചെയ്തിരുന്നെങ്കിൽ എത്ര കിട്ടിയാണേ? 2.3% SBI കൂടി. എത്ര രൂപയെന്ന്? ഓൾമോസ്റ്റ് 520 നിന്ന് 540 ആയി. 520 നിന്ന് 540, 20 റുപ്പീസ് SBI പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രോഫിറ്റ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം, SBIയുടെ ഫ്യൂച്ചർ ബൈ ചെയ്യാം. ഓപ്പർച്യൂണിറ്റികൾ ഒത്തിരി നിങ്ങളുടെ മുമ്പിലുണ്ട്. ഓപ്ഷൻ ഫ്യൂച്ചർ അറിയാവുന്ന ആൾക്കാർക്ക് വളരെ സിമ്പിൾ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ എപ്പോഴും പറയുന്നത്, എനിവേ ഇൻട്രാഡേ എന്ന് പറഞ്ഞ ബിസിനസ് ആണ്, ഇൻട്രാഡേ റിസ്ക് ആണ്. ഇത് ചെയ്യാൻ വന്നിരിക്കുന്നവൻ ഫ്യൂച്ചർ ഓപ്ഷൻ ചെയ്താൽ പോരെ. ഫ്യൂച്ചർ ചെയ്യുക, ഫ്യൂച്ചറിന്റെ കാശ് ചെയ്യുന്നില്ലെങ്കിൽ ഓപ്ഷൻ ചെയ്യുക. ഓപ്ഷനിലൊക്കെ സ്റ്റോക്ക് ചെയ്യുന്നതിന്റെ 100 ഇരട്ടി ലാഭവും 100 ഇരട്ടി നഷ്ടവും ഓപ്ഷനിൽ വരാം. സോ ഇൻട്രാഡേ ചെയ്യണമെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് ഓപ്ഷൻ ചെയ്യാനാണ്. ബട്ട് തുടക്കക്കാരോട് പറയില്ല കേട്ടോ. തുടക്കക്കാർ സ്റ്റോക്ക് മാത്രം, ഒന്നും ചിന്തിക്കേണ്ട. കയ്യിലുള്ള ക്യാഷ് കൊണ്ട് സ്റ്റോക്ക് മേടിക്കുക, വിൽക്കുക. വെൻ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പേർട്ടായി മിനിമം ഒരു 3 months എങ്കിലും സ്റ്റോക്ക് ഇൻട്രാഡേ ചെയ്ത്, സ്റ്റോക്കിൽ ക്യാഷ് ഉപയോഗിച്ച് ഇൻട്രാഡേ ചെയ്ത് ഒരു എക്സ്പീരിയൻസ് ആയതിനു ശേഷം മാത്രം ഓപ്ഷനിലേക്ക് എടുക്കുക. ബട്ട് 3 months ഒക്കെ ആയവർ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ ബൈങ് ചെയ്യാം. ഈ ഒരു പൊസിഷനിൽ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 20 മൂവിംഗ് ആവറേജ് 50 മൂവിംഗ് ആവറേജിനെ ക്രോസ് ചെയ്ത് പോകുന്ന കാണുമ്പോൾ ഇവിടെ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. ഏകദേശം ഇവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് ആ റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യുക, സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. അതിനകത്ത് ടാർഗറ്റ് വീണ്ടും പറഞ്ഞിരുന്ന കാര്യമില്ല, പലപ്പോഴായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ വെച്ചൊരു ലോങ് പൊസിഷൻ എടുക്കുക. ഫസ്റ്റ് തന്നെ ഒരു സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്യുക. എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്യുക. അതിനഗെയിൻസ്റ്റ് ഒരു 1:1.5 1:1.5 മതി. 1:1.5 അല്ലെങ്കിൽ 1:2 ബുക്ക് ചെയ്തോ കുഴപ്പമില്ല. 1:2 എന്ന് പറഞ്ഞാൽ ഏകദേശം ഇത്രയേ വരുള്ളൂ. ക്ലിയർ ടാർഗറ്റ് ആണ്, ക്ലിയർ അപ് ട്രെൻഡ്. മനസ്സിലായില്ലേ? ഇതാണ് മൂവിംഗ് ആവറേജ് ക്രോസ് ഓവർ സ്ട്രാറ്റജി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വെരി സിമ്പിൾ. ഏറ്റവും ചെറിയ മൂവിംഗ് ആവറേജ് ഇപ്പൊ നമ്മൾ 3 മൂവിംഗ് ആവറേജ് എന്ന് പഠിപ്പിച്ചിട്ടുള്ളൂ. ഏതാ? 20, 50, 200. അതിൽ തന്നെ 20, 50 ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇൻട്രാഡേയിലും ട്രേഡ് എടുക്കാം. സ്വിംഗിലും ലോങ് ട്രേഡിലും എന്ത് നോക്കണം? ഈ 20യും 50യും എന്തിനെ ക്രോസ് ചെയ്ത് പോകണം? 200 ക്രോസ് ചെയ്ത് പോകണമെങ്കിൽ അതും നല്ലൊരു ക്രോസ് ഓവർ സ്ട്രാറ്റജിയാണ്. അതിൽ തന്നെ 50, 200 ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദ ബെസ്റ്റ് എന്താ നമ്മളത് പറഞ്ഞത്? ഗോൾഡൻ ക്രോസ് എന്ന് പറയും. ഗോൾഡൻ ക്രോസ് ഓവർ സ്ട്രാറ്റജി. പേപ്പർ ട്രേഡിംഗ് 90% വിജയകരമായിരിക്കും. പക്ഷെ റിയൽ ട്രേഡിലേക്ക് വരുമ്പോഴാണ് പലർക്കും അബദ്ധം വരുന്നത്. അപ്പൊ എന്ത് വേണം? ചെറിയ ചെറിയ ക്വാണ്ടിറ്റികൾ റിയൽ ടൈമിൽ ഇത് വെച്ച് ട്രൈ ചെയ്ത് നോക്കണം. ഒത്തിരി സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്തിട്ട് ഏതിലാണ് ഗോൾഡൻ ക്രോസ് വരുന്നത്, ഏതിലാണ് സ്വിംഗ് അല്ലെങ്കിൽ ഇൻട്രാഡേക്ക് ക്രോസ് ഓവർ 20, 50 ക്രോസ് ഓവർ ഒക്കെ വരുന്നത്, അത് ട്രേഡ് എടുക്കാൻ ശ്രമിക്കാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്രോസ് ഓവർ തീർന്നു വിചാരിക്കേണ്ട, ഒരു ക്രോസ് ഓവറും പഠിപ്പിക്കാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജഗതി ഉണ്ടാക്കിയ മറ്റേ സ്വന്തമായി ഉണ്ടാക്കിയ രസങ്ങൾ പോലെ ഞാൻ സ്വന്തമായി ഉണ്ടാക്കിയ ഒരു ക്രോസ് ഓവർ സ്ട്രാറ്റജി പരിചയപ്പെടുത്താം. 3 ക്രോസ് ഉണ്ട് അതിനകത്ത്. വേറൊരു ചാർട്ട് എടുക്കാം. നമുക്ക് വേണമെങ്കിൽ റിലയൻസ്, ഓക്കെ, റിലയൻസിന്റെ ചാർട്ട് എടുത്തു. 5 or 15 നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. ചാർട്ട് എടുക്കുന്നു, ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്യുന്നു. നമ്മൾ ഇൻഡിക്കേറ്റേഴ്സിൽ പോകുന്നു. ഒരു സാധനം നിങ്ങൾക്ക് പരിചയപ്പെടുത്താം.
EMA എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ EMA ക്രോസ് കണ്ടില്ലേ, ഡബിൾ EMA, ട്രിപ്പിൾ EMA. ഇതിൽ EMA ക്രോസ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ ക്രോസ് ഓവർ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാൻ വേണ്ടി EMA ക്രോസ് എന്നുള്ള സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി 2 EMA വരും. അതിൽ സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് ഈ രണ്ടും ചേഞ്ച് ചെയ്യാനും അതിന്റെ കളറൊക്കെ ചേഞ്ച് ചെയ്യാനും ചോദിക്കും. നോക്കിയേ, ഇപ്പൊ 2 ക്രോസ് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ 20-50 ക്രോസ് ആണ് വേണമെങ്കിൽ 20-50 ഇവിടെ ലെങ്ത് കൊടുക്കുക. സ്റ്റൈലില് നിങ്ങൾ ഷോർട്ടിന് ഒരേ കളർ കൊണ്ടുവന്നത് നിങ്ങൾക്ക് ഓക്കെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി ക്രോസ് ഓവർ വരും. ഇതിലെന്താ വെച്ചാൽ ക്രോസ് വരുമ്പോൾ ഇതുപോലൊരു T സിമ്പിൾ വെച്ച് അവർ മാർക്ക് ചെയ്ത് തരും. അതാണ് ഈ ക്രോസ് എടുത്താലുള്ള ഗുണം. കണ്ടോ, ബ്ലൂ നമ്മൾ 20 മൂവിങ് ആവശ്യമാണ്. റെഡ് ഇതാണ്. ഇവിടെ നോക്കൂ, ബ്ലൂ റെഡിനെ ക്രോസ് ചെയ്ത് പോയപ്പോൾ ഒരു ക്രോസ് ഓവർ, ഒരു അപ് ട്രെൻഡ് കിട്ടി. കുറച്ച് നേരം പോയിട്ട് അപ്പോൾ തന്നെ തിരികെ വന്നു. ഇതൊരു ക്ലിയർ ഡൗൺ ട്രെൻഡ് വന്നു. കണ്ടില്ലേ, ഈ ക്രോസ് ഓവർ റിമൈൻഡർ ഈ ഒരു പ്ലസ് ബട്ടണിൽ ക്രോസ് ഓവർ കാണിക്കും. നേരത്തെ പറഞ്ഞ പോലെ സെയിം ഇൻഡിക്കേറ്റർ തന്നെ മാർക്ക് ചെയ്യാം. ഞാൻ EMA എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് ഒരു 3 ആഡ് ചെയ്തു. ഇപ്പൊ നിലവിൽ 2 ക്രോസ് ഓവറാ പറഞ്ഞേ, 3 ക്രോസ് ഓവറിൽ ഒരെണ്ണം ഞാൻ EMA 9 തന്നെ കിടന്നോട്ടെ. 9 അതിന് ബ്ലൂ കളർ സെറ്റിംഗ്സ്, അതിന്റെ തിക്നെസ് മാറ്റാം. തിക്നെസ് അല്പം കൂട്ടി 9 എടുത്തു. രണ്ടാമത്തെ എത്രയെന്ന് പറഞ്ഞു? 9-21. ആ 20 എടുക്കാണ്ട് എന്താ 21 എടുത്തത്? ചെറിയൊരു കാരണമുണ്ട്, പറഞ്ഞുതരാം. 21-ന് നമ്മളൊരു റെഡ് കൊടുത്തു, അതിന്റെ തിക്നെസ് ഒന്ന് മാറ്റി. മൂന്നാമത് എടുക്കേണ്ടത് 55. ഇത് ഇൻട്രാഡേക്ക് ഉള്ളത് കേട്ടോ. ഇൻട്രാഡേക്ക് 55, ഇതിൻ്റെ ലെങ്ത് നമ്മളൊരു ഗ്രീൻ ആക്കി. സെയിം തന്നെ 9-21-55. ഇത് ഞാനായിട്ട് ഉണ്ടാക്കിയെടുത്താണ്. നിങ്ങൾക്കും ഇതുപോലത്തെ സംഭവം ചെയ്യാം. ഇത് എന്തിനങ്ങനെ ചെറിയ മാറ്റം വരുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം ഓപ്ഷൻ ട്രേഡിങ്ങും മറ്റേതൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം ഫേക്ക് ബ്രേക്ക്ഔട്ടുകൾ ഉണ്ടാവും. പർപ്പസ്ഫുള്ളി നമ്മളെ വഴി തെറ്റിക്കാൻ വേണ്ടി വലിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സൊക്കെ കുറച്ച് കളികൾ കളിക്കും. സ്റ്റോക്ക് മാർക്കറ്റിൽ അതൊരു ഉള്ള സംഭവമാണ്. ബിക്കോസ് അവർക്കറിയാം 200 മൂവിങ് ആവറേജ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നും ആ 200 മൂവിങ് ആവറേജിൽ സപ്പോർട്ട് എടുത്ത് കഴിയുമ്പം അവിടെ വെച്ച് ആൾക്കാർ ബൈയിങ് തുടങ്ങുമെന്നും അവർക്കറിയാം. നമ്മളെപ്പോലുള്ള ചെറിയ റീറ്റെയിലേഴ്സിന് ഈ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെയാണ് വലിയ അനുഗ്രഹം. അവരെ പോലെ വലിയ എമൗണ്ട് കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് മാർക്കറ്റിനെ ഉൾട്ടയടിക്കാനുള്ള കാശൊന്നും നമ്മുടെ അടുത്തില്ല. സോ നമ്മൾ ഇത്തരം ഇൻഡിക്കേറ്റേഴ്സ് നോക്കിയിരിക്കും. അവരെന്ത് ചെയ്യും? ഇതിപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾ നമ്മുടെ കൺമുമ്പിൽ തന്നെ ഉണ്ട്, വേറെ എങ്ങും അന്വേഷിച്ച് പോകണ്ട. ഇവിടെ നോക്കി 200 മൂവിങ് ആവറേജിനെ ഒരു ബ്രേക്ക് വെച്ചിട്ടുണ്ടോ? കണ്ടോ, എന്താ നോക്ക്, 200 ജസ്റ്റ് ഒരു ബ്രേക്ക്. അപ്പോൾ സാധാരണക്കാരൻ എന്ത് ചെയ്യും? ഇത് റിവേഴ്സലാണെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വെച്ച് ബൈ ചെയ്യും. പിന്നെയും മാർക്കറ്റ് എങ്ങോട്ട് തന്നെയായിരുന്നു? പിന്നെയും മാർക്കറ്റ് താഴേക്കായിരുന്നു. അവന്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യും. നല്ലൊരു എമൗണ്ട് താഴേക്ക് വീണ്ടും ഫോളോ വന്നേക്കാണ്. സോ ഇത്തരം ഫോളുകളിൽ നിന്ന് നമ്മൾ രക്ഷിക്കാൻ വേണ്ടിയാണ് ആ ലെങ്ത്തിൽ കുറച്ച് മാറ്റം വരുത്തിയത്. 50 മൂവിങ് ആവറേജ് എല്ലാവർക്കും അറിയാം. സോ 50ക്ക് അല്പം കൂടുതൽ 55 അടിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞില്ലേ, നീളം കൂടുന്തോറും സ്റ്റാർട്ട് ചെയ്യുന്ന അല്പം കൂടി അകന്ന് നിൽക്കും. അപ്പൊ നമുക്ക് ഈ പറയുന്ന ഫോൾസ് ബ്രേക്ക് ഔട്ട് കൂടി ക്യാച്ച് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലെങ്കിൽ വിട്ട് കളഞ്ഞേക്കാം. സംഭവം ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ കണ്ടുപിടിച്ച ലെങ്ത് ആണ്. 3 ക്രോസ് ഓവർ സ്ട്രാറ്റജി ഏതാണ്? 9-21-നെയും 21-55-നെയും ക്രോസ് ചെയ്യണം. ഇത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഈ റിലയൻസിന്റെ ചാർട്ടിൽ നമുക്ക് നോക്കാം. ഇപ്പൊ വേണമെങ്കിൽ 5 മിനിറ്റ്സ് ടൈം ഫ്രെയിം ആക്കാം. നമുക്ക് 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നോക്കൂ, ബ്ലൂ 9 ആണ്, റെഡ് 21, ഗ്രീൻ 55. ഇത് 3 കൂടി ഒരു ക്രോസ് ഓവർ വന്നേക്കാണ് ഇവിടെ. കണ്ടോ, ബ്ലൂ 21-നെയും 55-നെയും ക്രോസ് ചെയ്ത് പോയപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോളിൽ നിന്ന് ക്രോസ് ചെയ്ത് വന്ന് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? സെല് ചെയ്യണം. ബ്ലൂ ഏറ്റവും ചെറുത് താഴെ നിന്ന് മുകളിലേക്ക് ക്രോസ് ചെയ്താൽ ബൈ ചെയ്യണം. ഇവിടെ വെച്ച് നമുക്കൊരു സെൽ പൊസിഷൻ എടുക്കാമായിരുന്നു. ഒരു സെൽ പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം തൊട്ട് മുന്നേ എവിടെയെന്ന് വെച്ചാൽ അതിന്റെ സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്യുക. അതിന് അഗേൻസ്റ്റ് 1:1.5 1:2 ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യുക. 1:2 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ ആയിട്ട് വരും. നോക്കിയേ, എന്തൊരു ക്ലിയർ ആയിട്ട് അച്ചീവ് ചെയ്ത് നോക്കിയേ. അതല്ലെങ്കിൽ അങ്ങനെയാണല്ലോ അല്ലേ, നമ്മൾ പാസ്റ്റ് ചാർട്ടിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ 99% ഇതുപോലത്തെ പേപ്പർ ട്രേഡും സക്സസ് ആയിരിക്കും. പക്ഷെ റിയൽ ലൈഫിൽ വരുമ്പോൾ പലരും ഫെയിലിയർ ആവുന്നു. ബട്ട് ഇത് ഞാൻ ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി കൂടിയാണ്. ഇത് ഇങ്ങനെയും നിങ്ങൾക്ക് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാം. ഇനി തിരിച്ച് ക്രോസ് വേണോ? 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ 4-ാം തീയതി റിലയൻസ് ഈ ക്രോസ് ഓവർ വന്നേക്കുക. ബ്ലൂ 9-21-നെയും 55-നെയും ക്രോസ് ചെയ്തിട്ടുണ്ട്. ഒരു ബൈയിങ് പൊസിഷൻ ആയിരുന്നു. ബട്ട് ഓൾറെഡി പ്രൈസ് കൂടിപ്പോയി. ഇന്നലത്തെ കാര്യം ഉണ്ടാവണേ, ഇന്നലെ കയറിപ്പോയിട്ട് വേണമെങ്കിൽ ബൈ ചെയ്യാം. ഇപ്പോഴും ബൈക്കുള്ള, പക്ഷേ റിലയൻസ് നല്ല പ്രൈസ് മൂവ്മെന്റ് ആയിരുന്നു. 0.7% മൂവ്മെന്റ് ആണ് റിലയൻസ്. ഇനിയും നെക്സ്റ്റ് ട്രേഡിംഗ് ദിവസം തിങ്കളാഴ്ചയാണ്. അന്ന് മാർക്കറ്റ് വേണ്ടി നോക്കിയിട്ട് വേണം തീരുമാനം എടുക്കാൻ. ബട്ട് ഇവിടെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. 1 അവർ ടൈം ഫ്രെയിം എടുത്തു കഴിഞ്ഞാൽ ഇല്ല, ക്രോസ് ആയിട്ടില്ല. സോ വേണമെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യാം. 1 അവറിൽ ഇപ്പോഴും താഴേക്കാണ് ക്രോസ് വന്നിരിക്കുന്നത്. ഇവിടെ വെച്ച് താഴേക്കൊരു ക്രോസ് വന്ന് ഇവിടെ നിന്ന് താഴേക്ക് തന്നെയാണ് നമുക്കൊരു ഡിറക്ഷൻ തന്നിരിക്കുന്നത്.
അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ടൈം ഫ്രെയിം മാറ്റി നോക്കും. അപ്പോൾ ഞാൻ മാറ്റി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിചാരിക്കുന്നു. അപ്പം നമ്മൾ സ്ട്രാറ്റജികളുടെയും അല്ലെങ്കിൽ വീക്കിലി എക്സ്പയറിയുടെ ഒക്കെ ലൈവ് വീഡിയോസ് പോസ്റ്റ് ചെയ്യാറുണ്ട്. ഈ പോസ്റ്റ് ഇത് കാണുമ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സോ നല്ലൊരു ട്രേഡർ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ടൈം ഫ്രെയിം മാറ്റി നോക്കണം. നമ്മൾ 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ സ്ട്രാറ്റജി അപ്ലൈ ചെയ്തിട്ട് അത് വരാൻ വേണ്ടി നോക്കിയിരിക്കരുത്. 10 ആക്കി നോക്കുക, 15 ആക്കി നോക്കുക, നിയറസ്റ്റ് ടൈം ഫ്രെയിം മാറ്റി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അല്പം കൂടിയും ഒരു കോൺഫിഡന്റ് ആയിട്ട് ട്രേഡ് എടുക്കാം. സോ ഇതാണ് മൂവിംഗ് ആവറേജ് ക്രോസ് ഓവർ സ്ട്രാറ്റജികൾ. ഇപ്പോൾ നമ്മൾ 2 തരം സ്ട്രാറ്റജി പറഞ്ഞു. ഒന്ന് ഏതെങ്കിലും ഷോർട്ട് മൂവിംഗ് ആവറേജ് തൊട്ടടുത്തുള്ള ലോങ് മൂവിംഗ് ആവറേജിനെ ക്രോസ് ചെയ്യാം. അതല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞതുപോലത്തെ ഇൻഡിവിജ്വൽ സ്ട്രാറ്റജികളും നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാം. സ്ട്രാറ്റജി നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കുറച്ച് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യാം. ഇത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നോക്കാം, കാരണം ഓൾറെഡി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഏതാണ് 9 മൂവിംഗ് ആവറേജ് 21.55 ഫോൾസ് ബ്രേക്ക്ഔട്ടുകൾ ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കി നമുക്കൊരു സപ്പോർട്ട് പറഞ്ഞു തരുന്നതായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ലെങ്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തത്തിന് ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. സോ ഇതാണ് മൂവിംഗ് ആവറേജ് ക്രോസ് ഓവർ സ്ട്രാറ്റജി. ഒരു സ്ട്രാറ്റജി കൂടി പഠിപ്പിച്ചേക്കാം. ഇൻട്രാഡേക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സ്ട്രാറ്റജിയാണ് 20 മൂവിംഗ് ആവറേജ് മാത്രം ഉപയോഗിച്ചുള്ള ഒരു സ്ട്രാറ്റജി കൂടി പെട്ടെന്ന് പരിചയപ്പെടുത്താം. നമുക്ക് മറ്റൊരു ചാർട്ട് എടുക്കാം. ടാറ്റ മോട്ടോഴ്സിന്റെ ചാർട്ട് എടുക്കാം. ടാറ്റ മോട്ടോഴ്സ് വി നീഡ് 20 മൂവിംഗ് ആവറേജ്. സോ 20 മൂവിംഗ് ആവറേജ് നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഒരു സാധനം കൂടി നമുക്ക് വേണം. സോ നമുക്ക് പിവറ്റ് പോയിന്റ് കൂടി അറിയാം. പിവറ്റ് PIVOT എന്ന് പറയുമ്പോൾ പിവറ്റ് വരും. ഇതൊരു ഇൻഡിക്കേറ്റർ ആണ്. ഇതിനൊക്കെ പറ്റി നമുക്ക് ഡീറ്റെയിൽ വീഡിയോ ചെയ്യാൻ പേടിക്കണ്ട. പിവറ്റ് പോയിന്റ് ശരിക്കും പറഞ്ഞാൽ പ്രൈസ് ആക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന, അതും പ്രൈസ് ആക്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന സംഭവമാണ്. പിവറ്റ് വേണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് പ്രൈസ് ആക്ഷൻ നന്നായിട്ട് അറിയാമെങ്കിൽ മാനുവലായിട്ട് ഇതുപോലെ നിയറസ്റ്റ് സപ്പോർട്ടും റെസിസ്റ്റൻസും വരച്ചു വെക്കാം. ഇതുപോലെ ഒരു സപ്പോർട്ട് ഇവിടെ വരച്ചു, ഒരു റെസിസ്റ്റൻസ് നമുക്ക് ഇതുപോലെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് മാനുവലി വരച്ചു വെക്കാം. അടുത്ത സപ്പോർട്ട് റെസിസ്റ്റൻസ് ടാറ്റ മോട്ടോഴ്സിന്റെ ചാർട്ടിലെ അടുത്ത സപ്പോർട്ട് ഇതുപോലെ ഓൾ ടൈം ഹൈ ഇവിടെ മാർക്ക് ചെയ്യാം. അടുത്ത റെസിസ്റ്റൻസ് ഒരെണ്ണം ഇങ്ങനെ മാർക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഇതിന് മാനുവലി ചെയ്തിരുന്ന ഇൻഡിക്കേറ്റർ ആണ് പിവറ്റ് പോയിന്റ്. സപ്പോർട്ടും റെസിസ്റ്റൻസും കണ്ടുപിടിച്ചിരുന്നു. അത് തന്നെയാണ് പ്രധാന പരിപാടി നടക്കുന്നത്. സോ നമുക്ക് പിവറ്റിന്റെ കേസ് എടുക്കാൻ തൽക്കാലം. എനിവേ വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോയി. ഇനി ഇതുകൂടിയും പറഞ്ഞു തന്നേക്കാം. ഇതിന് കൂടിയാലും കുഴപ്പമില്ല, ഉപയോഗപ്രദമാകുന്ന ഒരു കാര്യമാണല്ലോ. ഈ പിവറ്റിൽ നിങ്ങൾക്ക് കുറച്ച് മാറ്റങ്ങൾ വരുത്താട്ടോ. പിവറ്റിലെ സെറ്റിംഗ്സിൽ പോയിട്ട് സ്റ്റൈലിൽ എല്ലാ പിവറ്റും വേണമെന്നില്ല. S4ഉം S5 അങ്ങനെ 2-3 മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും കോംപ്ലിക്കേഷൻ കുറയും. പിവറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ കണ്ടില്ലേ, ഈ പിവറ്റ് എടുത്ത് അതിന്റെ സ്റ്റൈലിലേക്ക് പോയി കഴിഞ്ഞാൽ കുറേ ഉണ്ട്. S1 R1, S2 R2, S3 R3, S4 R4, S5 R5 അങ്ങനെ 5 ഉണ്ട്. ഇത് 5 ആവശ്യമില്ല. എന്തായിരിക്കുമെന്ന് കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചറിയാം. കളറും മാറ്റാൻ പറ്റും കേട്ടോ. വേണമെങ്കിൽ പിവറ്റ് ലൈനിന്റെ കളർ വേണമെങ്കിൽ മാറ്റി വയ്ക്കാം. പിവറ്റ് ലൈൻ വേണമെങ്കിൽ നമുക്ക് ബ്ലൂ കൊടുക്കാം, അല്പം കട്ടിയുള്ള ലൈൻ കൊടുക്കാം പിവറ്റിന്. സോ ഇതാണ് പിവറ്റ് ലൈൻ. അതിന്റെ മുകളിലേക്കുള്ള R1 R2 ഒക്കെ എന്തായിരിക്കും? റെസിസ്റ്റൻസ് ആയിരിക്കും. R1 ഫസ്റ്റ് റെസിസ്റ്റൻസ്, R2 അതിന് മുകളിലുള്ള റെസിസ്റ്റൻസ്. S1 S2 ഒക്കെ എന്തായിരിക്കും? S1 സപ്പോർട്ട്, S2 നെക്സ്റ്റ് സപ്പോർട്ട്. സോ നമ്മൾ മാനുവലി വരയ്ക്കുന്ന സപ്പോർട്ടിന് പകരം ചുമ്മാ പിവറ്റ് പ്ലോട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ എന്ത് ഗുണമുണ്ട്? ഓട്ടോമാറ്റിക്കലി കിടക്കും. നല്ലൊരു ഇൻഡിക്കേറ്റർ ആട്ടോ പിവറ്റ്. ബട്ട് പ്രൈസ് ആക്ഷനിൽ സ്വന്തം വരയ്ക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. സ്വന്തം വരച്ച് പഠിച്ച് ചെയ്തതിന് ശേഷം ഇതിന്റെ ഒരു ഐഡിയ കിട്ടുമ്പോൾ പിവറ്റ് ഒക്കെ ഉപയോഗിക്കുന്നതാണ് അല്പം നല്ലത്. ഓക്കെ, എനിവേ നമുക്ക് സ്ട്രാറ്റജിയിലേക്ക് പോകാം. പിവറ്റും 20 മൂവിംഗ് ആവറേജും മാത്രം വെച്ചിട്ടുള്ള ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് പറയുന്നത്. ടാറ്റ മോട്ടോഴ്സിന്റെ കേസിൽ ഇപ്പോൾ നോക്കുമ്പോൾ ഭയങ്കര ക്ലോസ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത് 20 മൂവിംഗ് ആവറേജ്. മറ്റൊരെണ്ണം എടുക്കാം. സ്റ്റീൽ അതോറിറ്റിയുടെ സ്റ്റോക്ക് എടുക്കാം. സെയിലിന്റെ ചാർട്ടിൽ സെയിൽ വലിയ കുഴപ്പമില്ല. സോ സപ്പോർട്ട് റെസിസ്റ്റൻസ് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? എപ്പോഴാണോ 20 മൂവിംഗ് ആവറേജിനെ സപ്പോർട്ട് എടുക്കുന്നത് അപ്പോൾ നമുക്ക് അവിടെ വെച്ച് ബൈ ചെയ്യാം അല്ലെങ്കിൽ സെല് ചെയ്യാം. താഴേക്ക് പോകുമ്പോൾ ആ പൊസിഷൻ ബുക്ക് ചെയ്യാം അല്ലേ. അതിന് പകരം ഇതിനോട് അടുത്ത് ഈ 20 മൂവിംഗ് ആവറേജിനോട് അടുത്ത് ഏതെങ്കിലും പിവറ്റ് ലൈനിന്റെ സപ്പോർട്ടുകൾ, ഏതോ പിവറ്റ് ലൈൻ ആവാം അല്ലെങ്കിൽ R1 S1 ഏതെങ്കിലും സപ്പോർട്ടുകൾ വരുന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് നമുക്ക് അല്പം ക്ലിയർ ആയിട്ടൊരു ബൈയോ സെല്ലോ പൊസിഷൻ കൊടുക്കാം. സോ ഇവിടുത്തെ കേസ് തന്നെ നോക്കിയേ. ഇവിടെ വെച്ച് നിങ്ങൾ 20 മൂവിംഗ് ആവറേജ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി. തൊട്ടടുത്തൊരു പിവറ്റ് ലൈൻ ഉണ്ടായിരുന്നു. ആ പിവറ്റ് ലൈനിൽ തട്ടുമ്പോൾ നമുക്ക് അല്പം ക്ലിയർ ആയിട്ടൊരു കോൺഫിഡൻസ് കിട്ടി. ഇത് നോക്കിയേ, ഇവിടെ പിവറ്റിൽ ടച്ച് ചെയ്ത് തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ വെച്ചൊരു ഷോർട്ട് പൊസിഷൻ എടുക്കാൻ പറ്റും. എന്നിട്ട് ആവശ്യമുള്ള സ്റ്റോപ്പ് ലോസ്, ആ സ്റ്റോപ്പ് ലോസ് വേണമെങ്കിൽ തൊട്ടടുത്തുള്ള പിവറ്റ് കൊടുക്കാം. അതൊക്കെയാണ് പിവറ്റിന്റെ ഗുണം. ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഫിക്സ് ചെയ്യാൻ അടിപൊളി സാധനമാണ് പിവറ്റ്. ടാർഗറ്റും തൊട്ടടുത്തുള്ള പിവറ്റ് തന്നെ കൊടുക്കാം. സോ ഈ പിവറ്റിൽ വെച്ച് നമ്മൾ എൻ്റർ ചെയ്യുന്നു. S1 വെച്ച് ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്നു. R1 വെച്ച് സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്യുന്നു. ഇങ്ങനെയും ട്രേഡ് എടുക്കാൻ പറ്റും. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ മനസ്സിലായോ? കോംപ്ലിക്കേറ്റഡ് ആയില്ലല്ലോ. ഈ 2 കാര്യങ്ങൾ നോക്കുന്നു. സിംഗിൾ ഫാക്ടർ നോക്കി ട്രേഡ് എടുക്കാതെ ഇങ്ങനെ ട്രേഡ് എടുക്കാന്ന് ഞാൻ പറയുമായിരുന്നു. നിങ്ങൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ 20 മൂവിംഗ് ആവറേജിൽ സപ്പോർട്ട് വരുന്നു. അതിനോട് ചേർന്ന് തന്നെ നമ്മൾ വരച്ചൊരു സപ്പോർട്ടിലും കൂടിയും സപ്പോർട്ട് വരുന്നുണ്ടെങ്കിൽ ഡബിൾ കൺഫർമേഷനായി. അപ്പോഴും നിങ്ങൾക്ക് ഒരു ക്ലിയർ ട്രേഡിൽ എൻ്റർ ചെയ്യാൻ പറ്റും. ഇത് ഇൻട്രാഡേക്കോ സ്വിങ്ങിനോ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ടൈം ഫ്രെയിം മാറ്റണമെന്ന് മാത്രം. സ്വിങ് എടുക്കുകയാണെങ്കിൽ 1 അവറും 1 ഡേ ഒക്കെ എടുത്തിട്ട് സെയിം സ്ട്രാറ്റജി അപ്ലൈ ചെയ്യണം. സ്വിങ്ങിൽ നോക്കണോ? 1 ഡേയിൽ ഇപ്പോൾ സെയിലിന്റെ ചാർട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ നോക്കിയപ്പോൾ ലൈവ് നോക്കിയാൽ കാണാം എങ്ങനെയാണ് നിൽക്കുന്നതെന്ന്. സെയിൽ ഇവിടെ വെച്ച് 20 മൂവിംഗ് ആവറേജിനെ ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോയി വീണ്ടും 20 മൂവിംഗ് ആവറേജ് വെച്ചുകൊണ്ടിരുന്നെങ്കിൽ എന്ത് പറ്റിയാണ്? അതും ടച്ച് ചെയ്ത് തിരിച്ചു വന്നു. പക്ഷെ നോക്കിയേ, താഴെ പിവറ്റ് ലൈൻ ഉള്ളതുകൊണ്ട്
ആ ബ്ലൂ ലൈൻ നമ്മൾ പഠിച്ച് പിവറ്റ് ലൈൻ ഉള്ളതുകൊണ്ട് എന്തൊരു ക്ലിയർ ആയിട്ടാണ് നോക്കിയാൽ പിവറ്റിന് സപ്പോർട്ട് എടുത്ത് വീണ്ടും പോയത്. ദെൻ ഇവിടെ റെസിസ്റ്റൻസ്, ഇവിടെ വെച്ച് വേണ്ടി ബൈ ചെയ്യാമായിരുന്നു, വേണ്ട. R1 ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ വെച്ച് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. R2 അല്ലെങ്കിൽ R3 ടാർഗറ്റ് ആയിട്ട് ഫിക്സ് ചെയ്യാം. സോ ഇവിടെ ഓൾറെഡി പിവറ്റിൽ ടച്ച് ചെയ്ത് ആ പൊസിഷനിലാണ് നിൽക്കുന്നത്. മൂവിംഗ് ആവറേജിന്റെ എബോവ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വെച്ചൊരു ബൈ പൊസിഷൻ വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ബൈ പൊസിഷൻ നമ്മളിവിടെ ലോങ് ട്രേഡ് എടുക്കുന്നു. പിവറ്റ് കഴിയുമ്പോൾ ക്രോസ് ചെയ്തപ്പോൾ ഓൾറെഡി ഒരു ബൈ പൊസിഷൻ എൻ്റർ ചെയ്യാം. വേണമെങ്കിൽ പിവറ്റിന്റെ സ്റ്റോപ്പ് ലോസ് ആക്കാം, അല്ലെങ്കിൽ പിവറ്റിന്റെ താഴെ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കാം. സോ ഇതാ പിവറ്റിന്റെ വലിയൊരു ഗുണം കേട്ടോ. ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കണ്ടുപിടിക്കാൻ വേറെ എങ്ങും പോകണ്ട. പിവറ്റിനെ തന്നെ പിവറ്റിന്റെ സപ്പോർട്ടിനെ സ്റ്റോപ്പ് ലോസ് ആയിട്ടും പിവറ്റിന്റെ റെസിസ്റ്റൻസിനെ ടാർഗറ്റ് ആയിട്ട് വെക്കാം. ദെൻ R1 R2 ഇഷ്ടമുള്ള ടാർഗറ്റ് നിങ്ങൾക്ക് കൂടെ കൊടുക്കാം. ഈ R1 R2 കൊടുത്ത് കഴിയുമ്പോൾ എത്ര രൂപയായി നോക്കി? ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 1:2 2.5 ടാർഗറ്റായി, ധാരാളം മതി. സെയിലിന്റെ കേസിൽ ഈ ഒരു കേസിൽ ഇപ്പോൾ ബൈ പൊസിഷൻ ആണ് നിൽക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി 20 മൂവിംഗ് ആവറേജിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് വന്നു. ദെൻ വീണ്ടും ഒരു റീടെസ്റ്റ്. നമുക്കറിയാലോ സ്റ്റോക്ക് ഒറ്റയ്ക്ക് മുകളിലേക്ക് പോകില്ല, ഹയർ ഹൈസ് ഉണ്ടാക്കിയിട്ടേ പോവുള്ളൂ. സോ ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോയി വീണ്ടും ഇതേ ലൈനിൽ തന്നെ ഒന്ന് സപ്പോർട്ട് എടുക്കും, വീണ്ടും മുകളിൽ പോകും. അടുത്ത R1 R2 സപ്പോർട്ട് എടുക്കും, മുകളിലേക്ക് പോകും. സോ അതാണ് നമ്മളിവിടെ വരച്ച് കാണിച്ചിരുന്നത്. എന്താണ്, ഇവിടെ ക്രോസ് ചെയ്ത് ഇങ്ങനെ മുകളിലേക്ക് പോയി വീണ്ടും തിരിച്ചു വന്ന് 20 മൂവിംഗ് ആവറേജ് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ എന്ത് പറ്റിയേനെ? 20 മൂവിംഗ് ആവറേജ് ക്രോസ് ചെയ്തപ്പോൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് കിട്ടിയതന്നെ. അതിനാണ് ഞാൻ എന്ത് പറയുന്നത്, ഒരു ഡബിൾ കൺഫർമേഷന് വേണ്ടി നമ്മൾ പിവറ്റോടും ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. സോ പിവറ്റ് ലൈനോടും ബ്രേക്ക് ചെയ്യാൻ നോക്കിക്കുക. പിവറ്റ് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴെ ഒരു പുതിയ ക്യാൻഡിൽ ഓപ്പൺ ചെയ്യുമ്പോഴാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. മനസ്സിലായല്ലോ? സോ എക്സാക്റ്റ് ആ ലൈൻ തന്നെ വെക്കാതെ നിങ്ങൾ ഇൻഫർമേറ്റീവായ ഡിസിഷൻ എടുക്കുക. സോ പിവറ്റിലും ടച്ച് ചെയ്ത് ഇനി അങ്ങോട്ട് വീണ്ടും മുകളിലേക്ക് പോയി ഇപ്പോൾ നമുക്കൊരു ബൈ പൊസിഷൻ എടുത്ത് ഇതുപോലെ ടാർഗറ്റ്. ഇത് നമ്മൾ പഴയ ചാർട്ട് ചെയ്യുന്നതല്ല കേട്ടോ. അപ്പോൾ സെയിലിന്റെ കേസിൽ ലൈവ് ട്രേഡ് എടുത്ത് കാണിച്ചു തന്നേക്കാണ്. ഈ സ്ട്രാറ്റജിയിൽ 1-2 കണ്ടീഷൻസ് കൂടി ഉണ്ട് കേട്ടോ. അതൊരു നമ്മൾ സ്ട്രാറ്റജി പഠിപ്പിച്ചാലും നമ്മുടേതായ കുറച്ച് കണ്ടീഷൻസ് വരുത്തും. അത് ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ഇനിയും ഏതെങ്കിലും പുതിയ കണ്ടീഷൻസ് വെക്കണം എന്ന് പറഞ്ഞാൽ അതും വയ്ക്കും. ബിക്കോസ് സ്ട്രാറ്റജി ഓരോ ദിവസവും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ സ്ട്രാറ്റജി അതുപോലത്തെ ഒരു കണ്ടീഷനാണ്. സ്റ്റോക്ക് മൂവിംഗ് ആവറേജിനേക്കാളും ദൂരെയാണെങ്കിൽ, ദാറ്റ് മീൻസ് 20 മൂവിംഗ് ആവറേജ് ഇങ്ങനെ പോകുന്നു, സ്റ്റോക്ക് ദൂരെ നിന്ന് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ സ്ട്രാറ്റജി അപ്ലൈ ചെയ്ത് നമ്മുടെ മൂവിംഗ് ആവറേജിൽ വന്ന് സപ്പോർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ 20 മൂവിംഗ് ആവറേജിലേക്ക് വന്ന് സപ്പോർട്ട് എടുക്കണമെങ്കിൽ മാത്രമേ ഈ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. വളരെ ദൂരേക്ക് പോവുകയാണെങ്കിൽ ലോവർ ലോസ് ഉണ്ടാക്കിയെന്ന് വെച്ച് പോയി ബൈ ചെയ്യാനോ സെൽ ചെയ്യാനോ നിൽക്കരുത്. സെറോദയിലൊക്കെ നിങ്ങൾക്ക് ചാർട്ട് അനാലിസിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ട്രേഡിംഗ് വ്യൂ നോക്കാം കേട്ടോ. ദ ബെസ്റ്റ് സെറോദയ്ക്കും ഒക്കെ ചാർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ട്രേഡിംഗ് വ്യൂ ആണ്. tradingview.com ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. അതിൽ കയറി കഴിഞ്ഞാൽ അല്പം അടിപൊളിയായിട്ട് ചാർട്ട് കിട്ടും. പറ്റുമെങ്കിൽ നമ്മൾ ട്രേഡിംഗ് വ്യൂവിന് മാത്രമായിട്ട് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. ഫ്രീ വേർഷൻ ഉണ്ട്, എങ്കിലും പെയ്ഡ് വേർഷൻസിലാണ് ഫുൾ ഫെസിലിറ്റികളുള്ളൂ. ട്രേഡിംഗ് വ്യൂവിന് ചാർജ് ഉണ്ട്. മാസം 3000 രൂപ 2000 രൂപ കൊണ്ട് മാസം ഇവരുടെ ഫീസ് ഉണ്ട് ഫുൾ ഫെസിലിറ്റി കിട്ടണമെങ്കിൽ. ഫ്രീ നോക്കണമെങ്കിൽ നോക്കാട്ടോ, 1-2 ചാർട്ടൊക്കെ നോക്കാനായിട്ട് ഫ്രീ നോക്കിയാൽ മതി. ട്രേഡിംഗ് വ്യൂവിലും ഇതുപോലെ പ്ലോട്ട് ചെയ്ത് തരാൻ പറ്റും. അല്പം ചാർട്ടിലെ കാര്യങ്ങളൊക്കെ എളുപ്പമായിരിക്കും. ബട്ട് സെറോദ അംശമൊന്നും കുഴപ്പമില്ല കേട്ടോ. ഏഞ്ചലിന്റെ ചാർട്ടും അടിപൊളിയാണ്, കണ്ടില്ലേ? ഏഞ്ചൽ ഫുൾ ചാർട്ടാണ് തന്നിരിക്കുന്നത്. നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ഇതുപോലെ ഡ്രോ ചെയ്യാനും സെയിം ഓൾമോസ്റ്റ് എല്ലാം സെയിം ആണ്. ട്രേഡിംഗ് വ്യൂവിലാണെങ്കിലും സെറോദയിലാണെങ്കിലും അപ്സ്റ്റോക്കിലാണെങ്കിലും ഈ പറയുന്ന ഡ്രോ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ സെയിം ആണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. എന്താണെന്ന് പറഞ്ഞു, ഒന്ന് പിവറ്റ് പോയിന്റ് നിയറസ്റ്റ് വരണം. അതായത് ഒരു സ്റ്റോക്ക് 20 മൂവിംഗ് ആവറേജിൽ സപ്പോർട്ട് എടുക്കുന്നത് കൂടാതെ അതിന് ബ്രേക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള പിവറ്റിൽ സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോയാൽ, ഇവിടെ കണ്ടില്ലേ നിങ്ങൾ, 20 മൂവിംഗ് ആവറേജിനെ ബ്രേക്ക് ചെയ്യുന്നു, ഒപ്പം തൊട്ടടുത്തുള്ള പിവറ്റിൽ വന്ന് സപ്പോർട്ട് എടുക്കുന്നു. സോ 20 മൂവിംഗ് ആവറേജ് ബ്രേക്ക് ചെയ്തെന്ന് വെച്ച് സെല് ചെയ്യാൻ നിൽക്കരുത്. തൊട്ട് താഴെ ഒരു പിവറ്റ് കിടക്കുന്നുണ്ട്. ഈ പിവറ്റിന്റെ അവസ്ഥയോട് നോക്കിയിട്ട് വേണം ട്രേഡ് എടുക്കാൻ. ഇവിടെ ഒന്ന് സപ്പോർട്ട് എടുത്ത് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വെച്ചൊരു ബൈ പൊസിഷൻ എൻ്റർ ചെയ്യാം. ഇവിടെ വെച്ച് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകണം കണ്ടാൽ ഒരു ബൈ പൊസിഷൻ എടുക്കാം. തൊട്ടടുത്തുള്ള റെസിസ്റ്റൻസോ അടുത്ത വരാൻ പോകുന്ന സപ്പോർട്ടിന് ഏതെങ്കിലും സ്റ്റോപ്പ് ലോസ് കൊടുക്കാം. അല്ലെങ്കിൽ ഈ പിവറ്റിന്റെ അവസാനമോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒരു എത്രയാണ് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് അത് കൊടുക്കുക. അതിന് അഗെയിൻസ്റ്റ് 1:2 1:3 ടാർഗറ്റ് ബേസ് ചെയ്യുക. അതേ നോക്കി ഇവിടെയും എന്തൊരു ക്ലിയർ ആയിട്ടാണ് നോക്കി. നിഫ്റ്റിയുടെ കേസിൽ നിഫ്റ്റി ഒക്ടോബർ കഴിഞ്ഞ മാസം എടുത്ത സപ്പോർട്ടാണ് പറയുന്നത്. പിവറ്റിൽ സപ്പോർട്ട് എടുത്ത് 20 മൂവിംഗ് ആവറേജിനെ ബ്രേക്ക് ചെയ്ത് വന്നു. ഇതും സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഞാൻ ഇന്ന് പറഞ്ഞത് മൊത്തം ഞാൻ ടെസ്റ്റ് ചെയ്ത് എനിക്ക് ശരിയെന്ന് തോന്നുന്ന സ്ട്രാറ്റജിയാണ്. ഒപ്പം നിങ്ങൾ എന്നെ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കേണ്ട. നിങ്ങളും നിങ്ങളുടെ ചാർട്ടിൽ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ, എത്രമാത്രം റിസൾട്ട് കിട്ടുന്നത് നോക്കിക്കോളൂ. എന്നിട്ട് ഈ സ്ട്രാറ്റജികളൊക്കെ അപ്ലൈ ചെയ്യാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒപ്പം കുറച്ച് ഗ്ലോബൽ മാർക്കറ്റ് കൂടി അപ്ഡേറ്റ് ആയിരിക്കണം കേട്ടോ. എന്നോട് ചോദിക്കും ഏത് സ്ട്രാറ്റജിയാണ് ഏത് ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്നതെന്ന് എപ്പോഴും പറയാറുണ്ട്. ഒരു ഇൻഡിക്കേറ്റർ ഒന്നുമില്ല, 1000 കാര്യങ്ങൾ നമ്മുടെ തലയിലുണ്ട്. ഇതൊന്നും ഒറ്റ ദിവസം കൊണ്ട് കിട്ടുന്നതല്ല. ഞാൻ പറഞ്ഞല്ലോ 2011 ട്രേഡിംഗ് തുടങ്ങിയത്. 10 കൊല്ലത്ത് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഇത്രയും കാര്യങ്ങളിലേക്ക് എത്തുന്നത്. അപ്പം ഞാൻ മൾട്ടിപ്പിൾ ഫാക്ടർ നോക്കും ഒരു ട്രേഡർ ചെയ്യുമ്പോൾ. നിങ്ങളും പഠിക്കും തോറും നിങ്ങളും എന്നേക്കാളും എക്സ്പെർട്ടായി മാറും.
സോ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയൊക്കെയാണ് എനിക്ക് മൂവിംഗ് ആവറേജിനെ പറ്റിയും ഞാൻ ബേസിക്കലി ഉപയോഗിക്കുന്ന കുറച്ച് സ്ട്രാറ്റജികളും. നിങ്ങൾക്ക് ഈ വീഡിയോ ഒത്തിരി ലെങ്ത് ആയി പോയി എന്നറിയാം, ബട്ട് അത്ര ഇൻഫർമേറ്റീവ് ആണ്. മൂവിംഗ് ആവറേജ് അത്ര വലിയൊരു ടോപ്പിക്കാണ്. അതുമല്ല മറ്റ് യൂട്യൂബേഴ്സ് ഒക്കെ പറയാത്ത അല്ലെങ്കിൽ മറ്റ് ട്രേഡേഴ്സ് പറഞ്ഞു തരാത്ത കുറേ കാര്യം കൂടി നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇത്ര ലെങ്ത് ആയി പോയത്. സോ മൂവിംഗ് ആവറേജിന്റെ വിശേഷങ്ങളോട് തീരുവാണ്. ഓൾമോസ്റ്റ് ഒത്തിരി കാര്യങ്ങൾ മൂവിംഗ് ആവറേജിനെ പറ്റി പഠിച്ചു. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഒക്കെ ലൈക്ക് ചെയ്യുക, നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ മെമ്പർ ആവാനും ഞങ്ങളുടെ ഒപ്പം ട്രേഡ് ചെയ്യാനും നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ കൂടെ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി. ചെറിയൊരു ഡിലേ ഉണ്ടെങ്കിലും നമ്മുടെ ടീം എന്തായാലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. താങ്ക്